ഹലോ, ഗുഡ് ഈവനിങ്. കേൾക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നു. കേൾക്കാൻ പറ്റുന്നുണ്ടോ? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഗുഡ് ഈവനിങ് എവരിവൺ. സോ നമ്മള് പ്ലാൻ ഫിസിയോളജി ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. നിലവിൽ നമ്മള് പുതിയ CSIR-ന്റെ സിലബസ് പ്രകാരം 14 ചാപ്റ്റർ ഉണ്ട്. അതിൽ കുറച്ച് സിലബസുകൾ മോഡിഫൈ ചെയ്തിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങൾ പുതുതായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ. സോ നമ്മള് CSIR എക്സാം ആദ്യമായിട്ട് എഴുതുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ഒരു തവണ അല്ലെ രണ്ട് തവണ എഴുതിയവർ നമ്മുടെ കൂടെ ഉണ്ടാവാം. സോ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് രണ്ട് പ്രാവശ്യം എഴുതിയവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചു വരുന്നുണ്ട്. ക്വസ്റ്റ്യൻ അതേപോലെ ചോദിച്ചില്ലെങ്കിലും ചോദിക്കുന്ന പോർഷൻ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. അപ്പൊ നമ്മൾക്ക് ഈ 14 ചാപ്റ്ററും നമ്മൾ പഠിച്ചു കഴിഞ്ഞാലേ ഒരു CSIR പരീക്ഷ എഴുതാന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട. സോ 14 ചാപ്റ്ററും പഠിക്കണം എന്നൊരു നിർബന്ധമില്ല. CSIR ക്വാളിഫൈ ആവാൻ വേണ്ടിയിട്ട് അതിനൊരു എക്സാമ്പിൾ ആയിട്ട് എന്നെ വെച്ചോ. ഞാൻ CSIR ക്വാളിഫൈ ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ 14 ചാപ്റ്ററും ഞാൻ പഠിച്ചിട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെടാത്ത കുറച്ച് ചാപ്റ്ററുകളുണ്ട്. ആ ചാപ്റ്ററുകളൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടാണ് ഞാൻ CSIR എക്സാമിന് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോ 14 പഠിച്ചു കഴിഞ്ഞാൽ CSIR ക്വാളിഫൈ ആവണമെന്നില്ല, ആവുന്നു ഇല്ല. അപ്പോ ബോട്ടണി ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഒരാൾക്ക് ഒരുപക്ഷെ പ്ലാൻ ഫിസിയോളജി അല്ലെങ്കിൽ എക്കോളജി എവല്യൂഷനൊക്കെ കുറച്ച് എളുപ്പമായിട്ട് തോന്നും. ഓക്കെ. സുവോളജി ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഒരാൾക്ക് ആനിമൽ ഫിസിയോളജി, ബാക്കി സെൽ മോളിക്കുലർ ബയോളജി ഒക്കെ കുറച്ച് എളുപ്പമായിട്ട് തോന്നാം. അപ്പോൾ നമ്മൾ പഠിച്ചു വരുന്ന ബാക്ക്ഗ്രൗണ്ട് ഏതാണ്, അതിനനുസരിച്ചിട്ട് നമുക്ക് ചില ടോപ്പിക്കുകൾ കുറച്ച് എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോ ഒരു സുവോളജി ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഒരാൾക്ക് ഈ പറയുന്ന ബോട്ടണി അല്ലെങ്കിൽ പ്ലാന്റ് ഫിസിയോളജി വളരെ ടഫ് ആയിരിക്കും എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ മനസ്സിലാക്കി പഠിക്കുക. നമ്മൾ എത്ര ചാപ്റ്റർ ആണോ നിങ്ങൾക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റുമോ അത്രയും ചാപ്റ്റർ കവർ ചെയ്യുക. അല്ലെങ്കിൽ ചാപ്റ്ററിന്റെ എണ്ണത്തിലൊന്നല്ല കാര്യം. നമ്മളെ എണ്ണത്തിൽ നമ്മൾ ഒരു 11 ചാപ്റ്റർ കവർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പഠിക്കുന്ന കാര്യം എന്താണോ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അവിടുന്ന് എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കുക. അപ്പൊ മൊത്തത്തില് ഈ ഒരു സിലബസ് നമ്മൾ പഠിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ സിലബസ് ആണ്, പക്ഷെ എല്ലാം പഠിക്കേണ്ട ആവശ്യമില്ല. സോ നമ്മൾ എങ്ങനെ ഈ 14 ചാപ്റ്റർ നമ്മൾ ക്ലാസ് തുടങ്ങി വരുന്നേ ഉള്ളൂ അല്ലേ? ഓക്കെ. എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ ക്ലാസ് ആണ്. അപ്പൊ ഈ 14 ചാപ്റ്റർ ഉള്ളതില് 14 പഠിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു അല്ലേ? 14 പഠിക്കണ്ടെങ്കിൽ പിന്നെ എന്തൊക്കെയാ പഠിക്കണ്ടേ? അപ്പൊ നമ്മള് നോക്കുന്ന സമയത്ത് 14 പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു 7 8 ചാപ്റ്റർ നമ്മൾ വൃത്തിക്ക് പഠിക്കുവാണെങ്കിൽ, ഈ വൃത്തിക്ക് പഠിക്കുവാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകൾ, അതിൽ എ പാർട്ട് ആയിക്കൊള്ളട്ടെ, ബി പാർട്ട് ആയിക്കൊള്ളട്ടെ, സി പാർട്ട് ആയിക്കൊള്ളട്ടെ. ഓക്കെ. ഈ പേ പാർട്ട് നമ്മൾ ഈ 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കഴിഞ്ഞ് ബയോളജി എടുക്കാനല്ലേ ഒട്ടുമിക്ക ആൾക്കാരുടെയും കാരണം എന്താ? ഈ കണക്കും ഈ മാത്സും ഫിസിക്സും ഒന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് എന്ത് ഒട്ടുമിക്ക ആൾക്കാർക്കും ബയോളജി എടുത്തേ. ഓക്കെ. പിന്നെ ബയോളജി ഇഷ്ടപ്പെട്ടുകൊണ്ടും ബയോളജി എടുത്തവരുണ്ട്. ഓക്കെ. ബയോളജി ഇഷ്ടമാണ്, പക്ഷെ കണക്ക് ഇഷ്ടമല്ല വെച്ചിട്ടാണ് നമ്മൾ എടുക്കാത്തത്. നമ്മളോട് ഈ 5 കൊല്ലം കണക്ക് പഠിക്കാതെ നമ്മളോട് പോയിട്ട് ഒന്നും കൂടി പോയി നിങ്ങൾ എ പാർട്ടിന് വേണ്ടിയിട്ട് ജനറൽ ആപ്റ്റിറ്റ്യൂഡും കണക്കും പഠിച്ചിട്ട് വാന്ന് പറയുന്ന ഒരു അവസ്ഥ. ഓക്കെ. അപ്പോ കണക്ക് നമ്മൾ കുറച്ച് പഠിക്കണം. ഓക്കെ. എ പാർട്ട് നിങ്ങൾ മാറ്റി വെക്കുക. ബി പാർട്ട് നമ്മൾ എടുക്കുവാണെങ്കിൽ നിങ്ങളിപ്പോ എക്സാമിന്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ വിഷ്ണു സാർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും. അപ്പോ ബി പാർട്ട് നിങ്ങൾ എടുക്കുവാണെങ്കിൽ ബി പാർട്ടും സി പാർട്ടും നമ്മുടെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാലേ നിങ്ങൾക്ക് എളുപ്പത്തിൽ ക്വാളിഫൈ ആവാം. എ പാർട്ട് നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ക്വാളിഫൈ ആവേണ്ട മാർക്ക് എവിടുന്ന് കിട്ടും? ബിയും സിന്നും കിട്ടും. എങ്ങനെ കിട്ടും? ഓക്കെ. എങ്ങനെ ബിന്നും സിന്നും ക്വാളിഫൈ ആവേണ്ട മാർക്ക് കിട്ടാം? അതായത് നമ്മൾ എപ്പോഴും ഒരു പരീക്ഷ നോക്കുന്ന സമയത്ത് ഇപ്പൊ ടെക്സ്റ്റ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷെ
സെയിം ടെക്സ്റ്റ് അല്ലെങ്കിൽ സെയിം സിലബസ് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? കഴിഞ്ഞ പ്രാവശ്യം എന്താണ് ചോദിച്ചത്, എവിടെയാണ് ചോദിച്ചത് നമുക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ ഇപ്രാവശ്യം വേണമെങ്കിൽ അത് തന്നെ ചോദിക്കും എന്നുള്ളൊരു നിർബന്ധമില്ല. പക്ഷേ അതിന്റെ അപ്പുറം പോർഷൻസ് ഒക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നമ്മളിപ്പോ ഫോട്ടോസിന്തസിന്റെ ഒരു പോർഷൻ നമ്മൾ പഠിച്ചു. ഇപ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് വിചാരിച്ച് നമ്മളത് പഠിച്ചു. അപ്പൊ അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യാം, ഇതിന്റെ അപ്പുറമുള്ള പോർഷൻസ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് തോന്നുകയാണെങ്കിൽ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത വളരെ അധികമാണ്. ഓക്കെ, സോ നമ്മൾ എവിടെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. അല്ലാണ്ട് നമ്മൾ ഈ നമ്മുടെ മുന്നിലുള്ള 14 ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ 15 ചാപ്റ്റേഴ്സ് മൊത്തം പഠിക്കുക എന്നുള്ളതല്ല. ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ, അല്ലെങ്കിൽ കുറഞ്ഞ സമയം എന്ന് പറയുമ്പോൾ 6 മാസമാണ് നമ്മുടെ എക്സാം വരാനുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ലൈഫ് ടൈം ആക്സസ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് പിന്നെയും നിങ്ങൾക്ക് പഠിക്കാം, കിട്ടുന്നവരെ നിങ്ങൾക്ക് പഠിക്കാം. പക്ഷേ കിട്ടുന്നവരെ പഠിക്കുന്നതിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പറ്റണം. കാരണം ഈ എക്സാം ക്വാളിഫൈ ചെയ്യുന്നത് എല്ലാ കാര്യവും ഇരിക്കുന്നത് ക്വസ്റ്റ്യനിലാണ്. ഇനിയിപ്പോ നമ്മുടെ കയ്യിലുള്ള 3 മണിക്കൂർ, ഇത് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ 3 മണിക്കൂറുള്ള ഈ എക്സാം 4 മണിക്കൂറാക്കി എന്ന് വിചാരിച്ചു. നോക്കണേ, ഈ 3 മണിക്കൂറുള്ള CSIR എക്സാം 4 മണിക്കൂറായി കഴിഞ്ഞാലേ ഇപ്പൊ ക്വാളിഫൈ ആവുന്നതിന്റെ ഇരട്ടി ആൾക്കാർ ക്വാളിഫൈ ആവും. എന്തുകൊണ്ടാ? സമയം കുറെ ഉണ്ട്. സമയം കുറെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് വേണ്ട ക്വസ്റ്റ്യൻസ് നമുക്ക് സാവധാനം തപ്പിയെടുത്ത് ഉത്തരം ആലോചിച്ചിട്ട് ഉത്തരം കണ്ടുപിടിക്കാം. പക്ഷേ എന്തുകൊണ്ടാ CSIR 3 മണിക്കൂർ വെക്കുന്നേ? അവർക്ക് വേഗം പരീക്ഷ നടത്തിയിട്ട് വീട്ടിൽ പോകേണ്ടതല്ല. ആ ഒരു ചെറിയ സമയത്തിനുള്ളില് ഇത്രയും ക്വസ്റ്റ്യൻ 75 സി പാർട്ട് ക്വസ്റ്റ്യൻ വെറും 25 നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഫൈനലൈസ് ചെയ്യണം. അങ്ങനെ 75 നമ്മൾ ഫൈനലൈസ് ചെയ്ത്, അതുപോലെ ബി പാർട്ടിന്ന് 35 ഫൈനലൈസ് ചെയ്ത്, അങ്ങനെ നമ്മൾ ആ ഒരു ചെറിയ സമയത്തിനുള്ളിൽ ഇത്രയും ഡിസിഷൻസ് നമ്മൾ എടുക്കണം. ഇത്രയും ക്വസ്റ്റ്യൻസിലേക്കൂടെ നമ്മൾ വായിച്ച് കടന്ന് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് 3 മണിക്കൂർ കൊണ്ട് നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. ഈവൻ ദോ ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ CSIR പരീക്ഷ എഴുതി വരും, നിങ്ങൾ ക്വസ്റ്റ്യൻ വരുമല്ലോ, റെസ്പോൺസ് ഷീറ്റ് വരുമല്ലോ, റെസ്പോൺസ് ഷീറ്റ് എടുത്തിട്ട് ഇങ്ങനെ നോക്കുക. ആ 75 ക്വസ്റ്റ്യനില് നമ്മൾ അറ്റൻഡ് ചെയ്ത ഒരു 25 ക്വസ്റ്റ്യൻ, ബാക്കി 50 ക്വസ്റ്റ്യൻ ഉണ്ടാവില്ലേ? ആ ബാക്കി 50 ക്വസ്റ്റ്യനില് നിങ്ങൾ നോക്കിക്കോ, ഒരു 5 ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 5 ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടുണ്ടാവും. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചില സമയത്തൊക്കെ നമ്മൾ എന്താ വിചാരിക്കുക അറിയോ? ഓക്കെ, പരീക്ഷ കഴിഞ്ഞു, എന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് എന്തുണ്ട്, അയ്യോ ഈ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടില്ലല്ലോ. അപ്പൊ റെസ്പോൺസ് ഷീറ്റ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ ഈ ടൈം CSIR നമുക്ക് തരുന്ന 3 മണിക്കൂർ എന്താണ്, അത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ആ സമയത്ത് നമ്മൾ ഇത്തിരി ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. സോ നമ്മൾ നന്നായി പഠിക്കുക, നമ്മൾ നന്നായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്ന വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ട്രാക്കിലേക്ക് വരിക. ഇനിയിപ്പോ കഴിഞ്ഞ ബാച്ചിലുള്ള കുട്ടികളായിക്കൊള്ളട്ടെ, ലൈഫ് ടൈം ബാച്ച് ആണല്ലോ, ഇനി കഴിഞ്ഞ ബാച്ചിലെ കുട്ടികളായിക്കൊള്ളട്ടെ, അവരെങ്ങനെ ട്രാക്കിലേക്ക് വരണം? ക്വസ്റ്റ്യൻ ചെയ്യുക, ക്വസ്റ്റ്യൻ ഫോക്കസ്ഡ് ആവുക. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ കാര്യം എനിക്ക് പറഞ്ഞു വെക്കാനുള്ളത്. സോ എൻ്റെ പേര് അജയ് എന്നാണ്. ഞാൻ നിങ്ങൾക്ക് പ്ലാൻ ഫിസിയോളജിയാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. സോ നമ്മുടെ കൂടെയുള്ള ഓരോ ഫാക്കൽറ്റീസും ഓരോ ചാപ്റ്ററാണ് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പോകുന്നത്. ദാറ്റ് മീൻസ് ആ ചാപ്റ്ററിൽ അവരെന്ത് ചെയ്യും, അവർ മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് അവർ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ എഫേർട്ട് ഇട്ട് കണ്ടുപിടിച്ചിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. അല്ലാണ്ട് നമ്മളിപ്പോൾ ഒരാൾ വെച്ചിട്ട് തന്നെ കുറേ ക്ലാസ് അല്ല നമ്മൾ എടുക്കുന്നത്. മാക്സിമം ക്ലാസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ ടീച്ചർക്ക് ഓരോ ചാപ്റ്ററാണ് കൊടുത്തിട്ടുള്ളത്. സോ ആ ഒരു ടീച്ചർ ആ ഒരു എഫേർട്ട് ആ ഒരു ചാപ്റ്റർ ഇടും. ഓക്കെ, സോ നിങ്ങള് എനിക്കിപ്പോ പ്ലാൻ ഫിസിയോളജി പഠിക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് ബയോ കെമിസ്ട്രീന്റെ കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ബയോ കെമിസ്ട്രി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേറെ നമ്മുടെ റിയാസ് ഇർഫാസ് സാറ് ക്ലാസ് എടുക്കുന്നതായിരിക്കും. അപ്പൊ ബയോ കെമിസ്ട്രി ഒക്കെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, മെല്ലെ ഫോട്ടോസിന്തസിസ് ഒക്കെ നിങ്ങൾക്ക് എടുക്കും. സോ ഈ മൊത്തത്തിൽ ലൈഫ് സയൻസ് എടുക്കുവാണെങ്കിൽ ഒരു സ്ഥലത്ത് പഠിച്ച കാര്യം നിങ്ങൾക്ക് വേറെ സ്ഥലത്ത് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ ബയോ കെമിസ്ട്രി പഠിക്കുന്ന സാധനം പ്ലാൻ ഫിസിയോളജിയിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ ബയോ കെമിസ്ട്രിയിൽ പഠിക്കുന്ന കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആനിമൽ ഫിസിയോളജി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ ബയോ കെമിസ്ട്രി പഠിക്കുന്ന കാര്യം നിങ്ങൾക്ക് സെൽ ബയോളജിയിലും മോളിക്കുലർ ബയോളജിയിലും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇതൊക്കെ കണക്റ്റഡ് ആണ്. നമ്മൾ പലതരം ഹെഡിങ്ങിന്റെ അണ്ടറിൽ വരുന്നതാണെങ്കിലും ഇതൊക്കെ കണക്റ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾ ഓരോ ക്ലാസ്സും എന്ത് ചെയ്യുക, ഇത്രയും ഇമ്പോർട്ടൻ്റോട് കൂടി ശ്രദ്ധയോട് കൂടിയിട്ട് മനസ്സിലാക്കുക, കോൺസെപ്റ്റ് മനസ്സിലാക്കുക.
വെറുതെ ബൈഹാർട്ട് പഠിക്കേണ്ട. ഇത് CSIR എക്സാം ആണ്. യൂണിവേഴ്സിറ്റി എക്സാമിൽ നമ്മൾ 8 മാർക്കിന്റെയും 16 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എഴുതും പോലെ വലിച്ചു വാരി എഴുതേണ്ടതല്ല. നമുക്ക് എന്ത് ചെയ്യേണ്ടതാണ്? നമുക്ക് ജസ്റ്റ് ഓപ്ഷൻസ് തരും, ക്വസ്റ്റ്യൻ തരും, ഓപ്ഷൻസ് തരും. ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, അപ്പൊ ബൈഹാർട്ട് അല്ല, കോൺസെപ്റ്റ് ആണ് നിങ്ങൾ മൊത്തത്തിൽ CSIR നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ചില ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇപ്പൊ സപ്പോസ് ഒരു എൻസൈമും പിന്നെ അത് ചെയ്യുന്ന ഫംഗ്ഷൻ. ഓക്കെ, ഒരു എൻസൈമിൽ അത് ചെയ്യുന്ന ഫംഗ്ഷൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്യാന്നല്ലാണ്ട് ബാക്കി മൊത്തം കോൺസെപ്റ്റ് ആണ്. ഓക്കെ, സോ അങ്ങനെയാണ് നമുക്ക് എന്താണ് നമ്മുടെ സിലബസിൽ പ്ലാന്റ് ഫിസിയോളജിയിൽ പഠിക്കാനുള്ളതെന്ന് കാര്യം നോക്കി നമുക്ക് തുടങ്ങാം. എന്നിട്ട് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് നമുക്ക് ഒരു ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ് നമുക്ക് തുടങ്ങാം. ഓക്കെ, മനസ്സിലാവുന്നില്ലേ? പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ക്ലാസ്സിൽ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കമന്റ് ബോക്സിൽ, ചാറ്റിലോ അല്ല മൈക്ക് ഓൺ ആക്കിയിട്ടോ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെന്ന് നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ കമന്റ് ചെയ്യാം. ഓക്കെ, ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് സംസാരിക്കാം. ഓക്കെ, അതിനൊന്നും ഒരു മടി കാണിക്കരുത് ആരും. ഓക്കെ, സോ ഷെയർ. ഓക്കെ, സോ നമ്മുടെ പ്ലാൻ ഫിസിയോളജി നമ്മൾ എടുക്കുന്ന സമയത്ത് ഓക്കെ, പ്ലാൻ ഫിസിയോളജി നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൽ ഈ പറയുന്ന പോലെ സബ് ചാപ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, സിസ്റ്റം പ്ലാൻ ഫിസിയോളജിയിൽ സബ് ചാപ്റ്റേഴ്സ് ആയിട്ട് വരുന്ന ആരൊക്കെയാ? ഫോട്ടോസിന്തസിസ് ഉണ്ട്, റെസ്പിറേഷൻ ആൻഡ് ഫോട്ടോ റെസ്പിറേഷൻ, നൈട്രജൻ മെറ്റബോളിസം, പ്ലാന്റ് ഹോർമോൺസ്, സെൻസറി ഫോട്ടോബയോളജി, സൊല്യൂട്ട് ട്രാൻസ്പോർട്ട് ആൻഡ് ഫോട്ടോ അസിമിലേറ്റ് ട്രാൻസ്ലൊക്കേഷൻ, സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ആൻഡ് സ്ട്രെസ് ഫിസിയോളജി. ഓക്കെ, ഈ സബ് ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് എവിടെ പഠിക്കാനുള്ളത്? പ്ലാൻ ഫിസിയോളജിയിൽ പഠിക്കാനുള്ളത്. സോ ഫോട്ടോസിന്തസിസ്, നിങ്ങൾ ഒരു ബോട്ടണി ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഒരാളാണ് അല്ല, ഇനി സുവോളജി ആയാലും എനിക്ക് തോന്നുന്നു ഫോട്ടോസിന്തസിസ് ഒക്കെ നിങ്ങൾ ഡിഗ്രി പഠിക്കുന്ന സമയത്തായിട്ടും എന്താ പറയാ, സുവോളജി പഠിക്കുന്നവർക്ക് ബോട്ടണി പഠിക്കാനുണ്ടാവില്ലേ? അപ്പൊ അതൊക്കെ നിങ്ങൾ കുറച്ച് കേട്ടിട്ടുണ്ടാവും. ഇനി ഒന്നും കേട്ടിട്ടില്ലെങ്കിലും നിങ്ങൾ ഇപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞ് നേരെ വരുന്നതാണെങ്കിലും ബേസിക് തൊട്ടിട്ടായിരിക്കും നമ്മൾ ക്ലാസ് എടുക്കാൻ വേണ്ടി പോവാ. ഓക്കെ, ലൈറ്റ് ആര് റിസീവ് ചെയ്യുന്നത് തൊട്ട് ഈ ലൈറ്റ് ഇലക്ട്രോൺ ആര് റിസീവ് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങള് എന്താ പറയാ, ബേസിക് ലെവലിലായിരിക്കും എന്ത് ചെയ്യുക, പറഞ്ഞു തുടങ്ങുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾ ഒന്നും വിചാരിക്കണ്ട, അയ്യോ ഞാൻ കോളേജ് പഠിക്കുമ്പോൾ ഇതൊന്നും ഞാൻ പഠിച്ചിട്ടില്ലേ എന്നൊന്നും വിചാരിക്കണ്ട. കോളേജിൽ നിങ്ങൾ എന്താണോ പഠിച്ചത് അതിനെക്കാട്ടിയും 10 ഇരട്ടി നമ്മൾ അധികം ഇവിടെ പഠിക്കുകയുള്ളൂ. ഓക്കെ, അങ്ങനെ കൂടുതൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ആ ഫോട്ടോസിന്തസിന്റെ ഇമേജ് എന്തായിരിക്കും, ക്ലിയർ ആയിട്ട് വരും. സോ ഫോട്ടോസിന്തസിൽ നമ്മൾ എന്തിനൊക്കെ പറ്റി പഠിക്കും? ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സിനെ പറ്റി പഠിക്കും, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടേഷനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഫോട്ടോസിന്തസിസിൽ എന്തുണ്ട്, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ETCന്ന് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ, മൈറ്റോകോൺട്രിയൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ നിങ്ങൾ ബയോകെമിസ്ട്രിയിൽ നിങ്ങൾ പഠിക്കും. ആ പഠിക്കുന്ന സാധനം നമുക്ക് ഇത് ചെയ്താൽ ഇവിടെ ആവശ്യമായിട്ട് വരും. അപ്പൊ ഞാൻ ഫോട്ടോസിന്തസിസ് ഇപ്പം എടുക്കില്ല, കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ എന്താ പറയുക, കുറച്ച് ബയോകെമിസ്ട്രി ഒക്കെ പഠിച്ചതിന് ശേഷമായിരിക്കും ഞാൻ ഫോട്ടോസിന്തസിസിലേക്ക് പോകുന്നത്. ഈ ഈ പിന്നീട് നമ്മൾ ആ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത് ഫോട്ടോ പ്രൊട്ടക്റ്റീവ് മെക്കാനിസംസ് ആണ്. അതായത് ഇപ്പോ നമ്മുടെ ലൈറ്റ് നല്ലോണം കൂടിക്കഴിഞ്ഞാൽ, ഇപ്പൊ അധികമായാൽ അമൃതവും വിഷം എന്ന് പറയുന്ന പോലെ ലൈറ്റ് നല്ലോണം കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പ്ലാന്റ് സ്ട്രെസ് ആവില്ലേ? അപ്പൊ പ്ലാന്റ് അങ്ങനെ ലൈറ്റ് സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് പ്ലാന്റിനെ പ്രൊട്ടക്ട് ചെയ്യണമല്ലോ. അതിലൊരു മെക്കാനിസം ആണ് എന്ത്, ഫോട്ടോ മീൻസ് ലൈറ്റ്, ഫോട്ടോ പ്രൊട്ടക്റ്റീവ് മെക്കാനിസം. ആ ഫോട്ടോ പ്രൊട്ടക്റ്റീവ് മെക്കാനിസത്തിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ആദ്യത്തെ ഫോട്ടോസിന്തസിസ് പറയുന്ന ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിക്കും. പിന്നീട് ഫോട്ടോസിന്തസിസിലേക്ക് വരുന്ന സമയത്ത് അവിടെ C3 സൈക്കിൾ ഉണ്ട്, C4 സൈക്കിൾ ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്, ക്യാമ്പ് പാത്വേ ഉണ്ട് അല്ലെ. C3 സൈക്കിൾ, ഡാർക്ക് സൈക്കിൾ നമ്മൾ പഠിക്കും. പിന്നെ C4 പ്ലാന്റ്സ് ഉണ്ട്. ആ C4 പ്ലാന്റ്സിനകത്ത് എന്തുണ്ട്, C4 സൈക്കിൾ ഉണ്ട്. പിന്നീട് നമ്മള് ക്യാമ്പ് പാത്വേ, സീറോ ഫൈറ്റ് ഡെസേർട്ട് പ്ലാന്റ്സ് ഒക്കെ ഇല്ലേ, കാക്ടസ്, അവരിലുള്ള ക്യാമ്പ് പാത്വേ നമ്മൾ എന്ത് ചെയ്യും, പഠിക്കുന്നു. പിന്നീട് നെക്സ്റ്റ് ഫോട്ടോസിന്തസിന്റെ കൂടെ തന്നെ ഞാൻ എടുക്കുന്ന ഒരു പോർഷൻ ആണ് റെസ്പിറേഷൻ ആൻഡ് ഫോട്ടോ റെസ്പിറേഷൻ. ഇവിടെ റെസ്പിറേഷൻ ആൻഡ് ഫോട്ടോ റെസ്പിറേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ബയോകെമിസ്ട്രി ആയിട്ട് ടച്ച് വരുന്നതാണ്. അത് പഠിച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വരും. പിന്നെ ഈ ആൾട്ടർനേറ്റ് ഓക്സിഡൈസ് പാത്വേ എന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടൊക്കെയുണ്ട്. ഫോട്ടോ റെസ്പിറേഷൻ പാത്വേ എന്നൊക്കെ ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ വരുന്ന ഒരു ചാപ്റ്റർ ആണ് എന്താ മക്കളെ, നൈട്രജൻ മെറ്റബോളിസം.
ഓക്കെ. നമ്മളിപ്പോ മൊത്തത്തിൽ നൈട്രജൻ സൈക്കിൾ നിങ്ങൾ +2 വേണമെങ്കിൽ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ. ആ നൈട്രജൻ സൈക്കിൾ തൊട്ട് നൈട്രജൻ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്, മൊത്തം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ നൈട്രജൻ മെറ്റബോളിസത്തിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് നൈട്രേറ്റ്, അതേപോലെ അമോണിയം അസിമിലേഷൻ എങ്ങനെയാണ് നടക്കുന്നത്, പിന്നെയോ അമിനോ ആസിഡിന്റെ ബയോസിന്തസിസ് എങ്ങനെയാണ് നടക്കുന്നത്, അതേപോലെ തന്നെ എന്ത് നൈട്രജൻ ഫിക്സേഷൻ എങ്ങനെയാണ് നടക്കുന്നത് പറയുന്ന ഒരു ചാപ്റ്ററാണ് എന്ത് നൈട്രജൻ മെറ്റബോളിസം. നാലാമത്തെ ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് പ്ലാന്റ് ഹോർമോൺ. പ്ലാന്റ് ഹോർമോൺ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ, കുറെ കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാവുന്ന ഒരു ചാപ്റ്ററാണ് പ്ലാന്റ് ഹോർമോൺ എന്ന് പറയുന്നത്. കാരണം ഒരു പ്ലാന്റിന്റെ ഡെവലപ്മെന്റൽ സ്റ്റേജിനകത്ത് ആ പ്ലാന്റ് പെർഫോം ചെയ്യുന്ന ഓരോ ഡെവലപ്മെന്റൽ ചേഞ്ചസിലും അവിടെ ഫൈറ്റോ ഹോർമോൺസിന്റെ ഹെൽപ്പ് ആവശ്യമായിട്ടുണ്ട്. ഏതൊക്കെ ഇപ്പൊ ഫൈറ്റോ ഹോർമോൺസ് ആയിട്ട് നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റുക? ആരെങ്കിലും ഒരു എക്സാമ്പിൾ പറഞ്ഞേ. ഫൈറ്റോ ഹോർമോൺസിന് ഒരു 3-4 എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പോ നമ്മളിപ്പോ മനുഷ്യന്മാരുടെ കേസിലാണെങ്കിൽ ഇപ്പൊ എന്തൊക്കെ പറയാം? ഓക്സിറ്റേസ്, ഓക്സിറ്റോക്സിൻ, വാസോപ്രസിൻ എന്നൊക്കെ നമുക്ക് പറയാം. ഇനി പ്ലാന്റിന്റെ കേസിൽ ഉള്ള ഒരു 2-3 ഹോർമോൺസിന്റെ, ഫൈറ്റോ ഹോർമോൺസിന്റെ പേരൊന്നും നിങ്ങൾ പറഞ്ഞേ. ആരെങ്കിലും ജസ്റ്റ് മെസ്സേജ് ആയാലും മതി. ഇനി നമുക്ക് അൺമ്യൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, മെസ്സേജ് അയച്ചോ. ഓക്സിൻ ഉണ്ട് അല്ലെ അഗിര, ഗിബർലിൻ, സൈറ്റോകൈനിൻ അല്ലെ കാർത്തിക, മേഘ. ഓക്സിൻ ഉണ്ട്, എത്തിലിൻ ഉണ്ട്, ഗിബർലിൻ ഉണ്ട്. സോ ഇതൊക്കെയാണ് എന്ത് ഫൈറ്റോ ഹോർമോൺസ്, പ്ലാന്റിന്റെ ഹോർമോൺസ്. അപ്പൊ എങ്ങനെയാണ് ആ ഫൈറ്റോ ഹോർമോൺസ് സിന്തസിസ് ചെയ്യുന്നത്? ഓക്കെ, എങ്ങനെയാണ് ആ ഫൈറ്റോ ഹോർമോൺസ് സ്റ്റോറേജ് ചെയ്യുന്നത്, ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്, അതിന്റെ ഫിസിയോളജിക്കൽ എഫക്റ്റ് എന്താണ്, എങ്ങനെയാണ് അവരുടെ മെക്കാനിസം വർക്ക് ചെയ്യുന്നുള്ള കാര്യങ്ങളാണ് നമ്മളെ പ്ലാന്റ് ഹോർമോൺസ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഓക്കെ. സോ പ്ലാന്റ് ഹോർമോൺസിനെ പോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അടുത്ത ചാപ്റ്റർ ആണ് എന്ത്, സെൻസറി ഫോട്ടോബയോളജി. സോ ഇന്നത്തെ ക്ലാസ്സിനകത്ത് ഞാൻ സെൻസറി ഫോട്ടോബയോളജിനെ പറ്റിയിട്ടാണ് നിങ്ങളെ പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ. നമ്മള് എങ്ങനെയാണ് ആ ലൈറ്റിനനുസരിച്ചിട്ട് പ്ലാന്റ് റെസ്പോണ്ട് ചെയ്യുന്നത്, ഫോട്ടോബയോളജി, ലൈറ്റിനനുസരിച്ചുള്ള ബയോളജി എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഓക്കെ. അതിൽ നമ്മൾ എന്തൊക്കെ പഠിക്കുന്ന അറിയോ ഈ ചാപ്റ്ററിനകത്ത്? ഓക്കെ. ലൈറ്റ് പെർസെപ്ഷൻ, എങ്ങനെയാണ് ലൈറ്റ് പെർസീവ് ചെയ്യുന്നത്. നിങ്ങൾ ഈ പറയുന്ന പുഴക്കരയിലോ കടൽ തീരത്തോ പോയി കഴിഞ്ഞാൽ എന്ത് കാണാൻ വേണ്ടി പറ്റും? എന്ത് കാണാൻ പറ്റും? തെങ്ങുകളും കഴുങ്ങുകളും ഇങ്ങനെ പുഴയുടെ സൈഡിലേക്കോ കടലിന്റെ സൈഡിലേക്കോ ഇങ്ങനെ ചെരിഞ്ഞ് വളരുന്ന കാണാൻ വേണ്ടി പറ്റും അല്ലേ? എന്തുകൊണ്ടാ അങ്ങനെ ചെരിഞ്ഞു വളരുന്നത്? എന്തുകൊണ്ടാ കടൽ തീരത്തൊക്കെ ഉള്ള സമയത്ത് ഈ തെങ്ങൊക്കെ ഇങ്ങനെ ചെരിഞ്ഞു വളരുന്നത്? പറ. എന്തുകൊണ്ടാ? റെസ്പോണ്ട് ചെയ്യണേ. ആ, കൂടുതൽ ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവര് ചെരിഞ്ഞു വളരുന്നത്. അതൊരു ഫോട്ടോട്രോപ്പിസ് ആണ് അവര് കാണിക്കുന്നത്. ഓക്കെ. ലൈറ്റിനനുസരിച്ചുള്ള ഒരു മെക്കാനിസം ആണ് ഫോട്ടോട്രോപ്പിസം. അത് നമ്മൾ പഠിക്കുവേ. ഓക്കെ. ഫോട്ടോട്രോപ്പിസ് ആണ് കറക്റ്റ് സംഗീത, വെരി ഗുഡ് വെരി ഗുഡ്. ഫോട്ടോട്രോപ്പിസ് ആണ് ആ ഒരു പ്ലാന്റ്സ്, കോക്കനട്ട് ഒക്കെ കാണിക്കുന്നത് അല്ലേ? സോ അങ്ങനെ ഫോട്ടോട്രോപ്പിസം കാണിക്കണമെങ്കിൽ അവര് ലൈറ്റിനെ റിസീവ് ചെയ്യുന്നത് കൊണ്ടാണല്ലോ. അപ്പൊ എങ്ങനെയാ ചെടികളിൽ ലൈറ്റ് റിസീവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നേ? കണ്ണുണ്ടോ കൂട്ടുകാരെ ചെടിക്ക്? നമുക്കിപ്പൊ കണ്ണിലേക്ക്, ഇപ്പൊ ഞാനിപ്പോ നിങ്ങൾ ക്ലാസ് എടുക്കുന്ന നിങ്ങളെ കണ്ണിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഇങ്ങനെ ടോർച്ച് അടിച്ച് കാണിക്കുന്നു വിചാരിച്ചു, ഇങ്ങനെ ടോർച്ച് അടിക്കുന്നു വിചാരിച്ചോ. അപ്പൊ നിങ്ങളുടെ കണ്ണിൽ ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കണ്ണ് വെച്ചിട്ട് നിങ്ങൾ ആ ലൈറ്റ് കൂടുതൽ അടിക്കും നിങ്ങളെ മനസ്സിലാവും. ഓക്കെ. പക്ഷേ പ്ലാന്റ് എങ്ങനെ ലൈറ്റിനെ സെൻസ് ചെയ്യുന്നു? ഓക്കെ. നമുക്ക് ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഉണ്ട് അല്ലേ? പ്ലാന്റിന് ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഉണ്ടോ? പ്ലാന്റിന് ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഉണ്ടോ? കണ്ണില്ലെങ്കിൽ എന്താ, പ്ലാന്റിനും ഫോട്ടോ റിസെപ്റ്റേഴ്സ് പ്രസന്റ് ആയിട്ടുണ്ട്. ആ ഫോട്ടോ റിസെപ്റ്റേഴ്സ് ലൈറ്റിനെ പെർസീവ് ചെയ്യുവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഉള്ള ഫോട്ടോ റിസെപ്റ്റേഴ്സ് ആണ് ബാക്കിയുള്ള സിഗ്നലിംഗ് മെക്കാനിസം ഒക്കെ നടത്തിയിട്ട് ആ തെങ്ങിനെ ഇങ്ങനെ കടൽ തീരത്തേക്ക് ഇങ്ങനെ ചെരിച്ച് വളർത്തുന്നത്, ഫോട്ടോട്രോപ്പിസം നടത്തുന്നത്. സോ നമുക്ക് കണ്ണുണ്ട്, കണ്ണിൻ്റെ ഉള്ളിൽ ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ. പക്ഷേ ചെടികൾക്ക് കണ്ണില്ല, പക്ഷെ ചെടികൾക്ക് എന്തുണ്ട്, ഫോട്ടോ റിസെപ്റ്റേഴ്സ് പ്രസന്റ് ആയിട്ടുണ്ട്. ലീഫിലൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഫോട്ടോ റിസെപ്റ്റേഴ്സ്. ഓക്കെ. ലീഫിൽ മാത്രമല്ല ഹൈപ്പോക്കോട്ടയിൽ സ്റ്റെമ്മിലൊക്കെ ഉണ്ടാവും. ഓക്കെ.
അങ്ങനെ ലൈറ്റ് ആയി നമ്മുടെ പ്ലാന്റ്സ് പെർസീവ് ചെയ്യുന്നു. ഓക്കെ. പിന്നെ അതിന്റെ ആ പ്രോട്ടീൻസ് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത്. ആരൊക്കെയുണ്ട്? ഫൈറ്റോക്രോം, ക്രിപ്റ്റോക്രോം, ഫോട്ടോട്രോപ്പിൻ. ആരൊക്കെയോ പുതിയ ആൾക്കാരായിരിക്കും കേൾക്കുന്നവർക്ക്. ഓക്കെ. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഈ ക്ലാസ്സിൽ ഈ സെൻസറി ഫോട്ടോബയോളജി ചാപ്റ്റർ നമ്മൾ പഠിക്കും. മക്കളെ, ഈ CSIR എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഫൈറ്റോക്രോം അല്ലെങ്കിൽ പിഫോർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. അല്ലെങ്കിൽ കേൾക്കാത്തവര്, കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ്സിലുണ്ടായവര്, നിങ്ങൾ ബി പാർട്ട് ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവും. ഫൈറ്റോക്രോം ഇന്ററാക്ടിങ് ഫാക്ടർ, പിഫ് 4 അല്ലെങ്കിൽ 5B, ഇതൊക്കെ ഫോട്ടോ സെൻസറി പാത്വേന്റെ അല്ലെങ്കിൽ ഫോട്ടോട്രോപ്പിസായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണെന്നൊക്കെ ചോദിച്ചിട്ട് ബി പാർട്ടിനകത്ത് ഈ കഴിഞ്ഞ എക്സാമിനും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓക്കെ. സോ ക്വസ്റ്റ്യൻ പേപ്പർ വരട്ടെ. എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ കാര്യമാണ്, ഞാൻ എക്സാം എഴുതിയിട്ടില്ലായിരുന്നു. സോ ഈ ക്വസ്റ്റ്യൻ റെസ്പോൺസ് ഷീറ്റ് വരട്ടെ, നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻസ്, ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസിന് നമുക്ക് അതും നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇപ്പൊ തന്നെ. ഓക്കെ. സോ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തിൽ ഒന്നാണെന്ത്? ഇപ്പൊ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഫോട്ടോട്രോപ്പിസം അല്ലെങ്കിൽ എന്താ പറയാ, സെൻസറി ഫോട്ടോബയോളജി പറയുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാഗം. ഓക്കെ. സോ ഞാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് പറയുന്ന കാര്യം, ഞാനിപ്പോൾ നിലവിൽ വർക്ക് ചെയ്യുന്നത് ആ ഒരു ഫോട്ടോട്രോപ്പിസം അല്ലെങ്കിൽ തെർമോമോർഫോജൻസിസ് പറയുന്ന കാര്യം. സോ അതുകൊണ്ട് ഞാൻ ആ ചാപ്റ്റർ വെച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. നമുക്കൊരു പേഴ്സണൽ ഇഷ്ടം ഉണ്ടാവില്ല ചില സബ്ജക്റ്റിനോടൊക്കെ. അതാ പേഴ്സണൽ ഇഷ്ടമായിരുന്നു. ഓക്കെ. സോ അടുത്ത ചാപ്റ്റർ സൊല്യൂട്ട് ട്രാൻസ്പോർട്ട് ആൻഡ് ഫോട്ടോ അസിമിലേറ്റ് ട്രാൻസ്ലൊക്കേഷൻ. ഈ ചാപ്റ്ററിനകത്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചു വരുന്നത് കുറവാണ്. ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്. ഇതിൽ നമ്മൾ ഫ്ലോയം ട്രാൻസ്പോർട്ട്, അതേപോലെ തന്നെ എന്ത് സൈലം ട്രാൻസ്പോർട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുക. ഇപ്പോൾ ഫോട്ടോസിന്തറ്റിക് പ്രൊഡക്റ്റ് ആയിട്ട് ഇപ്പോൾ സൂക്രോസ് ഉണ്ടായി. ആ സൂക്രോസിന്റെ ഫ്ലോയും അൺലോഡിങ് കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്ത് സൊല്യൂട്ട് ട്രാൻസ്പോർട്ട് ആൻഡ് അസിമിലേറ്റ് ട്രാൻസ്ലൊക്കേഷൻ പറയുന്ന ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ. അടുത്ത ഒരു നല്ലൊരു ചാപ്റ്റർ ആണ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. ഓക്കെ. സെക്കൻഡറി മെറ്റബോളൈറ്റ്സിൽ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് ഇപ്പൊ ഒരു പ്ലാന്റിനെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ടുള്ള മെറ്റബോളൈറ്റ്സ്, ഇപ്പൊ ടെർപ്പീൻസ് ആയിക്കൊള്ളട്ടെ, ഫീനോളിക്സ് ആയിക്കൊള്ളട്ടെ, ആൽക്കലോയിഡ്സ് ആയിക്കൊള്ളട്ടെ, ഇതൊക്കെ എങ്ങനെയാണ് സെല്ലിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഈ ചാപ്റ്ററിൽ നമ്മൾ കുറച്ച് പാത്വേ ഒക്കെ നമ്മൾ പഠിക്കും ഈ ചാപ്റ്ററിനകത്ത്. പിന്നീട് എങ്ങനെയാണ് ബയോസിന്തസിസ് നടക്കുന്നത്, അത് എങ്ങനെയാണ് അതിന്റെ സിഗ്നലിംഗ് നടക്കുന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സെക്കൻഡറി മെറ്റബോളൈറ്റിൽ പഠിക്കുന്നത്. സെക്കൻഡറി മെറ്റബോളൈറ്റും സ്ട്രെസ് ഫിസിയോളജിയും ഞാൻ ഒന്നിച്ചൊരു എന്താ പറയാ ഒരു ടോപ്പിക് പോലെയാണ് എടുക്കാറ്. അപ്പൊ നമ്മള് ഒരു പ്ലാന്റിനെ ഒരു പാത്തജൻ വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നു വിചാരിച്ചു. പോട്ടെ, പാത്തജൻ വേണ്ട, നിങ്ങൾ പോയിട്ട് നാളെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ബിരിയാണിക്ക് ഒരു വാഴേന്റെ ഇല വെട്ടുന്നു വിചാരിച്ചു. അതെന്താ മക്കളെ? അതെന്താണ്? മെക്കാനിക്കൽ സ്ട്രെസ് അല്ലേ? ആ ഇല പോയിട്ട് നിങ്ങൾ വാഴയുടെ ഇല വെട്ടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അവിടെ ഒരു മെക്കാനിക്കൽ ഇഞ്ചുറി ഉണ്ടാവുന്നു. വാഴക്കറിയോ മറ്റൊരു വാഴ വന്നിട്ട് ബിരിയാണി കഴിക്കാൻ വേണ്ടിട്ട് ഇല വെട്ടിയതാണെന്ന് ഇല്ലല്ലോ. പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? മെക്കാനിക്കൽ ഇഞ്ചുറി ആണ്. ആരോ വന്നിട്ട് എന്റെ ഒരു ചെറിയൊരു ഭാഗം കട്ട് ചെയ്തു. റെസ്പോണ്ട് ചെയ്യണ്ടേ? വെറുതെ ഇരിക്കാൻ പറ്റുമോ? എന്ത് ചെയ്യും? വാഴ പോയിട്ട് തല്ലോ അവരാ? ഇല്ല. വാഴ പോയിട്ട് എന്ത് ചെയ്യും? ഈ പറയുന്ന മെക്കാനിക്കൽ ഇഞ്ചുറിന്റെ സമയത്ത് അവിടെ ഈ പറയുന്ന ആൽക്കലോയിഡ്സ്, ടെർപ്പീൻസ്, ഫീനോളിക് കോമ്പൗണ്ട്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അവർക്ക് ഉണ്ടാവുന്ന വൂണ്ടിനെ അവിടെ ഹീൽ ചെയ്യും. നമുക്ക് മാത്രമാണോ വീണ് കഴിഞ്ഞാൽ മുറിഞ്ഞ വൂണ്ട് ഉണ്ടാവുന്നത്? അല്ല, പ്ലാന്റ്സിനും നമ്മളിപ്പോ ജസ്റ്റ് ഒരു പോയിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ പൂവൊക്കെ ഇങ്ങനെ പറിക്കാറില്ലേ? അതൊക്കെ എന്റെ പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം അവര് മെക്കാനിക്കൽ ഇഞ്ചുറി ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും? ആ മെക്കാനിക്കൽ ഇഞ്ചുറി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ആ സമയത്ത് ടെർപ്പീനും ഫീനോളിക് കോമ്പൗണ്ട്സ് ഒക്കെ ഉണ്ടാക്കും. അതുമായിട്ട് നമുക്ക് ആരെ കണക്ട് ചെയ്യാം? പ്ലാന്റ് ഹോർമോൺസ്, സൈറ്റോകൈനിൻ, ഓക്സിൻ ഒക്കെ കണക്ട് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യും? അവരൊക്കെ വന്നിട്ട് സൈറ്റോകൈനിൻ, ഓക്സിൻസിന്റെ ഒക്കെ പ്രസൻസിൽ എന്ത് ചെയ്യും? ഈ പറയുന്ന ഡാമേജ് ഉണ്ടായ പ്ലേസ് ഹീൽ ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഇനി സ്ട്രെസ് ഫിസിയോളജിയിൽ ഇപ്പോ പാത്തജൻ അറ്റാക്കിന്റെ കാര്യം നമ്മൾ പഠിക്കും. പാത്തജൻ അറ്റാക്ക് ഉണ്ടാകുന്ന സമയത്ത് സിഗ്നലിംഗ് നമ്മൾ പഠിക്കും. ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സ്ട്രെസ് ഫിസിയോളജി പഠിക്കുന്നത്. സ്ട്രെസ് ഫിസിയോളജിയിൽ പിന്നീട് ഇപ്പം കഴിഞ്ഞ 2022 തൊട്ട് 24 വരെ ഒരു 2 കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടേബിൾ ഉണ്ടായിരുന്നു. ഡിഫെൻസിൻ, ഇപ്രാവശ്യം എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എനിക്കറിയില്ല.
ഡിഫൻസിൻ നമ്പർ പറയും, ഡിഫൻസിൻ 14 അത് എന്ത് എൻസൈം ആണ്, എന്തിനു കോഡ് ചെയ്യുന്ന എൻസൈം ആണ്, അങ്ങനത്തെ കുറച്ച് ഒരു ടേബിൾ ഉണ്ട്, ഒരു 10-15 കോമ്പൗണ്ട്സിന്റെ പേര് പഠിക്കാനുള്ളത്. ആ ക്വസ്റ്റ്യൻസ് 2022 തൊട്ട് 24 വരെ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ കണ്ടിട്ടില്ല ക്വസ്റ്റ്യൻസ്. സോ അങ്ങനെ കുറച്ച് ബൈ ഹാർട്ട് പഠിക്കേണ്ട എൻസൈമും അതിന്റെ ആക്ടിവിറ്റിയും പോർഷൻസ് ഒക്കെ ഉണ്ട്. സോ നമ്മൾ പ്ലാന്റ് ഫിസിയോളജി എടുത്തു കഴിഞ്ഞാല് ഇത്രയുള്ള മക്കളെ എത്ര ചാപ്റ്റർ ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8 ചാപ്റ്ററേ ഉള്ളൂ. സോ ഏകദേശം 200 മാർക്കിന് നിങ്ങൾ എടുത്തു കഴിഞ്ഞാല് ഒരു 15ഓളം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന പോർഷനാണ് പ്ലാന്റ് ഫിസിയോളജി. ഒരു 130 മാർക്ക് അല്ലെങ്കിൽ 120 മാർക്കാണ് നിങ്ങൾ എയിം ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഏകദേശം 10% അല്ലെങ്കിൽ ഒരു 15% കവർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പോർഷനാണ് പ്ലാന്റ് ഫിസിയോളജി. ഞാൻ പറയാലോ, നിങ്ങൾ വിചാരിക്കും നിങ്ങൾ പഠിച്ച മറ്റേ എന്താ പറയാ ബോട്ടണിയോ അല്ല ബയോ കെമിസ്ട്രിയോ അല്ലെങ്കിൽ ബയോസ്റ്റാറ്റിയോ എന്ത് ബാക്ക്ഗ്രൗണ്ട് ആയിക്കൊള്ളട്ടെ, എനിക്കതൊരു വിഷയമല്ല. എനിക്ക് പഠിപ്പിക്കുന്നതിൽ ഞാൻ അത്രയും ബേസ് ഔട്ടായിരിക്കും ഞാൻ പറയാ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ ആ മാർക്ക് നിങ്ങൾക്ക് വാങ്ങിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, നിങ്ങളത് ഒന്നും വിചാരിക്കണ്ട, എളുപ്പത്തിൽ നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നതാണ്. മെറ്റബോളിക്സ് ചോദിച്ചിരുന്നോ ഇപ്രാവശ്യം? ഓക്കെ കാർത്തിക, ക്വസ്റ്റ്യൻ വരട്ടെ. അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിരുന്നോ മെറ്റബോളിക്സിന്റെ ക്വസ്റ്റ്യൻസ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ എക്സാം കഴിഞ്ഞ ശേഷം നിങ്ങളോട് ഒന്നും ഇരിക്കാൻ പറ്റിയിട്ടില്ല എനിക്ക്. കഴിഞ്ഞ ബാച്ചിലെ സ്റ്റുഡൻസിനുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻസ് പേപ്പർ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ പ്ലാൻ ഫിസിയോളജി ഞാൻ വീണ്ടും പറയുന്നു, എളുപ്പമാണ്. നിങ്ങൾ വലിയ ഡീലാക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ്. ഓക്കെ, തുടങ്ങാം. ഓക്കെ, ഞാൻ പിന്നെ കുറച്ച് സിലബസ് എന്താണെന്നുള്ള കാര്യം പറഞ്ഞിട്ട് തുടങ്ങാന്ന് വിചാരിച്ചു. അല്ലാണ്ട് വെറുതെ നമ്മൾ ഡയറക്റ്റ് ഒരു പോർഷനിലേക്ക് പോകുന്നതിനെ കാട്ടിയും എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു സിലബസിൽ, ഐ മീൻ പ്ലാന്റ് ഫിസിയോളജിയിൽ പഠിക്കാനുള്ളതെന്ന് വെച്ചിട്ട് തുടങ്ങാൻ വിചാരിച്ചു. സോ ആളെണ്ണം കൂടിയിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ഉഷാറായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. ഓക്കെ, സോ നമ്മള് സെൻസറി ഫോട്ടോബയോളജി, ഞാൻ ഇവിടെ റെഫർ ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ഈ ചാപ്റ്ററിന് നമ്മുടെ ടെയ്സ് ടെക്സ്റ്റ് ബുക്കാണ്. പ്ലാൻ ഫിസിയോളജിയുടെ ടെയ്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ പ്ലാൻ ബയോകെമിസ്ട്രീന്റെ ഒരു ടെക്സ്റ്റ് ബുക്കുമാണ് ഞാൻ റെഫർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ടെയ്സിലെ സിഗ്നൽ ഫ്രം സൺലൈറ്റ് പറയുന്ന ചാപ്റ്റർ ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞു എങ്ങനെയാണ് പ്ലാന്റ്സ് ലൈറ്റിനെ റിസീവ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അവിടെ ക്ലാസ്സിൽ ഇല്ലാത്ത കുട്ടികൾ ശ്രദ്ധിച്ച് ഞാൻ പറഞ്ഞു വെക്കുന്ന കാര്യം, പ്ലാന്റ്സിന് എങ്ങനെ ലൈറ്റിനെ റിസീവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. ഇതാണ് നമ്മുടെ പ്ലാന്റ് എന്ന് വിചാരിച്ചോ. ഓക്കെ, ഇതാണ് നമ്മുടെ പ്ലാന്റ് എന്ന് വിചാരിച്ചോ. ഈ പ്ലാന്റിന് എന്തുണ്ട്? സൺലൈറ്റിനെ റിസീവ് ചെയ്യണല്ലോ. നമുക്കാണെങ്കിൽ എന്തുണ്ട്? കണ്ണുണ്ട് അല്ലെ? കണ്ണുണ്ട്, ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഉണ്ട്. അങ്ങനെ പ്ലാന്റ്സിന് എന്തുണ്ട്? കണ്ണുണ്ടോ? പ്ലാന്റ്സിന് കണ്ണില്ല. പക്ഷെ പ്ലാന്റ്സിൽ എന്തുണ്ട് കുട്ടികളെ? പ്ലാന്റ്സിൽ ഫോട്ടോ റിസെപ്റ്റേഴ്സ് പ്രസന്റ് ആയിട്ടുണ്ട്. ഫോട്ടോ റിസെപ്റ്റേഴ്സ്, ലൈറ്റിന്റെ റിസെപ്റ്റർ, ലൈറ്റിനെ പെർസീവ് ചെയ്യുവാൻ വേണ്ടിയിട്ട് എബിലിറ്റി ഉള്ള എന്ത് റിസെപ്റ്റേഴ്സ് എവിടെ പ്രസന്റ് ആയിട്ടുണ്ട്? നമ്മുടെ പ്ലാന്റ്സിൽ പ്രസന്റ് ആയിട്ടുണ്ട്. മെയിൻ ആയിട്ട് 5 ഫോട്ടോ റിസെപ്റ്റേഴ്സ് ആണ് പ്ലാന്റിൽ പ്രസന്റ് ആയിട്ടുള്ളത്. ഏതൊക്കെയാണ് നമുക്ക് നോക്കാലോ. ഫൈറ്റോക്രോം, ഫൈറ്റോക്രോം, ക്രിപ്റ്റോക്രോം, ഫോട്ടോട്രോപ്പിൻസ്, സ്യൂട്ട് ലൂപ്പ് ആൻഡ് UVR8. ഓക്കെ, എന്റെ കൂടെ തന്നെ ക്ലാസ്സിൽ പഠിച്ചിട്ട് പോവുക കേട്ടോ. നിങ്ങൾ അതിന് ശേഷം ഇരുന്ന് പഠിക്കുന്നത് നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, സോ പ്ലാന്റിൽ എന്തുണ്ട്? 5 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോട്ടോ റിസെപ്റ്റേഴ്സ് ആർ പ്രസന്റ് ഇൻ പ്ലാന്റ്സ്. വിച്ച് ആർ ദേ? ഫൈറ്റോക്രോംസ്, പറഞ്ഞ കൂടെ തന്നെ ഫൈറ്റോക്രോംസ്, ക്രിപ്റ്റോക്രോംസ്, ഫോട്ടോട്രോപ്പിൻസ്, സ്യൂട്ട് ലൂപ്പ് ആൻഡ് UVR8. So why plants have 5 different types of photoreceptors? അല്ലേ, ചോദ്യല്ലേ? എന്തുകൊണ്ടാ 5 എണ്ണം? നമുക്ക് 5 എണ്ണൊക്കെ ഉണ്ട്. നമ്മളിപ്പോ റോഡ് സെല്ല്, കോൺ സെല്ല് എന്ന് പറഞ്ഞു. ഓക്കെ, പക്ഷേ ഇവിടെ 5 എണ്ണം ഉണ്ടല്ലോ. എന്തിനാ 5 എണ്ണം? ബിക്കോസ് ദേ ആർ സെൻസിങ് ഡിഫറെന്റ് വേവ് ലെങ്ത് ലൈറ്റ്. അവരെന്താണ്? ഡിഫറെന്റ് വേവ് ലെങ്ത് ലൈറ്റ് ആണ്. ഏതാണ് നമുക്ക് നോക്കിയാലോ. റെഡ് ലൈറ്റ് ആൻഡ് ഫാർ റെഡ് ലൈറ്റ് ആർ പെർസീവ്ഡ് ബൈ ആരാണ്? നമ്മുടെ ഫൈറ്റോക്രോം. ആരാണ്? ഫൈറ്റോക്രോം.
പിന്നെ പറ്റുന്നില്ല. ഓക്കെ, ദെൻ ക്രിപ്റ്റോക്രോം എന്താ ചെയ്യുന്നേ? ബ്ലൂ ലൈറ്റും യു വി ലൈറ്റും ആണ്, യു വി എയും ആണ് എന്ത് ചെയ്യുന്നത്? ക്രിപ്റ്റോക്രോം പെർസീവ് ചെയ്യുന്നേ. അപ്പോ നോക്കാലോ, ഞാൻ നേരത്തെ പറഞ്ഞു റെഡും ഫാർ റെഡ് ലൈറ്റും ആരാണ് പെർസീവ് ചെയ്യുന്നത്? നമ്മുടെ ഫൈറ്റോക്രോം ആണ്. ഇനി ബ്ലൂവും യു വി എയും പെർസീവ് ചെയ്യുന്നത് ക്രിപ്റ്റോക്രോം മാത്രല്ല. ആരൊക്കെയാ? ക്രിപ്റ്റോക്രോം ഉണ്ട്, ഫോട്ടോട്രോപ്പിനുണ്ട്, സ്യൂട്ട് ലൂപ്പ് ഉണ്ട്. Blue light and UVA light are absorbed by cryptochrome, phototropins, and suit loop. ഓക്കെ, ഇനി യു വി ബി. ഓക്കെ, യു വി ബി ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നത് ആരാണ്? യു വി R8 പറയുന്ന ഒരു ഫോട്ടോ റിസപ്റ്ററിനെയാണ് എന്ത്? യു വി ബി. മക്കളെ, എന്താണ് യു വി എ, എന്താ യു വി ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, യു വിന്റെ തന്നെ രണ്ട് ഡിഫറെന്റ് വേവ് ലെങ്ത് ആണ് യു വി എയും ബിയും. ഓക്കെ ഓക്കെ, എന്താണ് ഈ ഫോട്ടോ റിസപ്റ്റേഴ്സ് ചെയ്യുന്നത്? എന്താ ഫോട്ടോ റിസപ്റ്റേഴ്സ് ചെയ്യുന്നത്? ഫോട്ടോമോർഫോജെനിസിസ് ചെയ്യുന്നത്. എന്താ ഫോട്ടോമോർഫോജെനിസിസ്? കട്ട് ചെയ്ത് നമുക്ക് വായിക്കാം അല്ലെ. ഓക്കെ, ഫോട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ലൈറ്റ് ആണ് അല്ലേ. മോർഫോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മോർഫോജെനിസിസ്. മോർഫോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോർഫോളജിക്കൽ കാര്യത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത് അല്ലേ. അപ്പോ ലൈറ്റിന്റെ പ്രസൻസിലുള്ള, പിടിച്ചോ, ലൈറ്റിന്റെ പ്രസൻസിലുള്ള മോർഫോളജിക്കൽ ചേഞ്ചസിനെയാണ് നമ്മൾ ഫോട്ടോ മോർഫോജെനിസിസ് എന്ന് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ കൂട്ടുകാരെ എന്താണ്? പോയോ? അങ്ങനെയാണെങ്കിൽ കൂട്ടുകാരെ എന്താണ് തെർമോ മോർഫോജെനിസിസ്? എന്താണ് തെർമോ മോർഫോജെനിസിസ്? തെർമോ മോർഫോജെനിസിസ് എന്താ? ടെമ്പറേച്ചറിന്റെ പ്രസൻസില് അല്ലെ, ടെമ്പറേച്ചറിന്റെ പ്രസൻസില് എന്ത് ചെയ്യുവാണെങ്കിൽ മോർഫോളജിക്കൽ ചേഞ്ചസ് പ്ലാന്റിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? തെർമോ മോർഫോജെനിസിസ് എന്ന് വിളിക്കുക. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ എന്താണ് ഡാർക്കിന്റെ പ്രസൻസിൽ ഉണ്ടാവുന്ന മോർഫോളജിക്കൽ ചേഞ്ചസ്? അങ്ങനെ ഉണ്ടാവുമല്ലേ മോർഫോളജി ചേഞ്ചസ്. ലൈറ്റിന്റെ പ്രസൻസിൽ പ്ലാന്റിന് ഒരു മോർഫോളജി ഉണ്ടാവും, ഡാർക്കിൽ ഒരു മോർഫോളജി ഉണ്ടാവും, ടെമ്പറേച്ചറിൽ ഒരു മോർഫോളജി ഉണ്ടാവും, പലതരം മോർഫോളജി ഉണ്ടാവും. ഓക്കെ, സോ ഈ ടേബിളില് നമ്മുടെ ഒന്നാമത്തെ സ്ലൈഡില് നിങ്ങൾ പഠിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഏതൊക്കെയാണ് ഫോട്ടോ റിസപ്റ്റേഴ്സ്, ഏതൊക്കെയാണ് അവർ സെൻസ് ചെയ്യുന്ന ലൈറ്റ്. ഓക്കെ ഓക്കെ, എന്റെ കൂടെ പറഞ്ഞ ഏതൊക്കെയാ? ഫൈറ്റോക്രോം, ക്രിപ്റ്റോക്രോം, ഫോട്ടോട്രോപ്പിൻസ്, സ്യൂട്ട് ലൂപ്പ് and UVR8. Phytochrome will perceive red and far red light. Cryptochrome, phototropins and suit loop will perceive എന്ത് പെർസീവ് ചെയ്യും? ബ്ലൂ ലൈറ്റ് പെർസീവ് അല്ലേ. ബ്ലൂ ലൈറ്റ് ആൻഡ് യു വി എ വിൽ പെർസീവ്ഡ് ബൈ ദീസ് 3 ഫോട്ടോ റിസപ്റ്റേഴ്സ്. ഇനി യു വി ബി പറയുന്ന ലൈറ്റ് ആര് പെർസീവ് ചെയ്യും? യു വി R8 പറയുന്ന ഫോട്ടോ റിസപ്റ്റേഴ്സ് പെർസീവ് ചെയ്യും. ഓക്കെ, ഇതാണ് ലൈറ്റ്, ദർ എബിലിറ്റി ടു സെൻസ് ഡിഫറെന്റ് വേവ് ലെങ്ത് ലൈറ്റ്. ഫംഗ്ഷൻ നിങ്ങൾ ബൈഹാർട്ട് പഠിക്കണ്ട. കാരണം എന്താ? ഫംഗ്ഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിക്കും. അപ്പൊ മൂന്നാമത്തെ കോളം അവിടെ വെച്ചേ. ഈ ചാപ്റ്റർ കഴിയുന്ന ദിവസം ഞാൻ ഈ മൂന്നാമത്തെ ഈ സ്ലൈഡിലേക്ക് വന്നിട്ട് മൂന്നാമത്തെ ഫംഗ്ഷന്റെ കോളം നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും. നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും, ആ ഒരു ഉറപ്പ് ഞാൻ തരാം. ഓക്കെ, സോ ഫോട്ടോ റെസ്പോൺസ് അല്ലെങ്കിൽ ഫോട്ടോമോർഫോജെനിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ലൈറ്റിന്റെ പ്രസൻസിൽ. അപ്പൊ ലൈറ്റ് ഡെവലപ്മെന്റിന് എന്ത് വേണം? ലൈറ്റ് വേണം അല്ലെ. ഡെവലപ്മെന്റിന് എന്ത് വേണം? ലൈറ്റ് വേണം. ഓക്കെ, സീഡ് ഇപ്പൊ ജെർമിനേറ്റ് ചെയ്യും. ഇൻ ദ ആബ്സെൻസ് ഓഫ് ലൈറ്റിനും സീഡിന് ജെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ അവർ പലതരത്തിലുള്ള മോർഫോളജിക്കൽ ചേഞ്ചസ് അവരുടെ സ്ട്രക്ചറിൽ കാണിക്കുന്നുണ്ടാവും. ഓക്കെ, സോ അതിലേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരും. സോ ഫോട്ടോ റെസ്പോൺസ് മീൻസ് എന്താണ്? അവർക്ക് ലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് അവർക്ക് എന്ത് ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും? അവർക്ക് അവരുടെ സിഗ്നൽ ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോ ഇവിടെ ലൈറ്റിന്റെ പ്രസൻസിൽ പലതരത്തിലുള്ള മോർഫോളജിക്കൽ ചേഞ്ചസ് അവർ കാണിക്കും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫോട്ടോ മോർഫോജെനിസിസ് എന്ന് വിളിക്കുക. എന്ത് വിളിക്കും? ഫോട്ടോ മോർഫോജെനിസിസ്. ഇനി ഇൻ ദ ആബ്സെൻസ് ഓഫ് ലൈറ്റ്, അവിടെ എന്തില്ല?
ലൈറ്റ് ഇല്ല. ഇൻ ദ ആബ്സെൻസ് ഓഫ് ലൈറ്റ് ദേ വിൽ അണ്ടർഗോ സം മോർഫോളജിക്കൽ ചേഞ്ചസ് ദാറ്റ് ഈസ് കോൾഡ് സ്കോട്ടോമോർഫോജെനിസിസ്. സോ വാട്ട് ഡു യു മീൻ ബൈ സ്കോട്ടോ? സ്കോട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഡാർക്ക് ആണ്. എന്താണ് കൂട്ടുകാരെ? ഡാർക്ക് ആണ് എന്ത്? സ്കോട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ സ്കോട്ടോമോർഫോജെനിസിസ് ദ മോർഫോളജിക്കൽ ചേഞ്ചസ് are induced by dark condition. Photomorphogenesis means morphological changes induced by light. ഓക്കെ, കിട്ടിയോ? ഇതുവരെ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? പറഞ്ഞ എല്ലാരും പറഞ്ഞേ. പുതുതായിട്ടുള്ളവർക്ക് മനസ്സിലായുള്ള പറ. ഇങ്ങനെ മെസ്സേജ് കാണുമ്പോൾ നമുക്കൊരു ആവശ്യം വരുക. ഓക്കെ, ഓക്കെ അമൃത, സംഗീത നിരഞ്ജൻ ഇതാ പിടിച്ചോ. അങ്ങനെയാണെങ്കിൽ നമ്മള് അടുത്ത ഭാഗത്തിലേക്ക് പോകുന്നു. എന്താണ് ശരിക്കും ഒരു ഫോട്ടോമോർഫോജെനിസിസ് നടക്കുന്നത്? നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാൻ വേണ്ടി പറ്റില്ല, ഈ ഒരു ഇമേജ് കാണാൻ വേണ്ടി പറ്റും. ലൈറ്റിന്റെ പ്രസൻസിൽ എന്ത് നടക്കും? ഫോട്ടോമോർഫോജെനിസ് നടക്കും. അതുകൊണ്ട് ഇതിനെ നമ്മൾ ഫോട്ടോമോർഫോജെനിക് സീഡ്ലിംഗ് എന്ന് വിളിച്ചു. എന്ത് വിളിച്ചു? ഫോട്ടോമോർഫോജെനിക് സീഡ്ലിംഗ് എന്ന് വിളിച്ചു. അപ്പൊ ലൈറ്റിന്റെ പ്രസൻസിൽ എന്ത് ചെയ്യുന്നറിയോ? ഇവരുടെ കോട്ടിൽഡൺ ഇതാണല്ലേ, ദിസ് ഈസ് കോൾഡ് എംബ്രിയോണിക് ലീഫ്. അതിന് കോട്ടിൽഡൺ എന്ന് പറയും. അവിടെ കോട്ടിലിന് എന്ത് കളറായിരിക്കും? ഗ്രീൻ കളറായിരിക്കും. ലൈറ്റ് ഉണ്ടല്ലോ, അപ്പൊ ഫോട്ടോസിന്തസിസ് ചെയ്യാലോ. യെസ്, ഫോട്ടോസിന്തസിസ് ചെയ്യാം. ഗ്രീൻ കളറായിരിക്കും. ഓക്കെ, ഓക്കെ. ഇനി ആ ഗ്രീൻ കളറായിരിക്കും. പിന്നെ എന്തുണ്ട്? അവര് എക്സ്പാൻഡഡ് ആയിരിക്കും, അതേപോലെ തന്നെ ഓപ്പൺ ആയിരിക്കും. ആര്? കോട്ടിലിഡൺ എന്ന് പറയുന്നത്. ഇനി ഹൈപ്പോകോട്ടയിൽ എന്തായിരിക്കും? ഷോർട്ട് ഹൈപ്പോകോട്ടയിലായിരിക്കും. ഓക്കെ. റൂട്ട് എന്തായിരിക്കും? മോർ എക്സ്റ്റെൻസീവ് റൂട്ട് ഡെവലപ്മെന്റ് ആയിരിക്കും. ഇത് ഒരു നോർമൽ ആയിട്ട് ലൈറ്റിൽ വളരുന്ന ഒരു ചെടിയുടെ മോർഫോളജിയാണ്. ഇനി ഈ ചെടി വളരുന്നത് ഡാർക്ക് കണ്ടീഷനാണെന്ന് വെച്ചോ. ഈ ചെടി വളരുന്നത് ഡാർക്ക് കണ്ടീഷനിലാണെന്ന് വെച്ചോ. അപ്പൊ അങ്ങനെ ഡാർക്ക് കണ്ടീഷനിൽ വളരുന്ന ചെടിയാണെങ്കിൽ അവരുടെ കോട്ടിലിടൻ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. നമ്മളിങ്ങനെ എന്താ പറയാ, തോട്ടീന്ന് കൊക്കാന്നൊക്കെ പറയില്ലേ? ഓരോ നാട്ടിൽ ഓരോന്ന് പറയും. ഞാൻ കണ്ണൂരാ. നമ്മളെ കൊക്കാന്നൊക്കെ പറയും. ഇങ്ങനെ ഈ മാങ്ങയും തേങ്ങയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വടിയിൽ ഇങ്ങനെ കെട്ടിയിട്ട് നമ്മളിങ്ങനെ ഇഷ്ടം സമയത്ത് നമ്മൾ കൊക്ക എന്ന് പറയും, തോട്ടി എന്ന് പറയുന്നവരുണ്ട്. ആ, അതുപോലെയാണ് ഇരിക്കുക. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് പോലെയാണ് കാണിക്കുക, അല്ലെങ്കിൽ ഹുക്ക് പോലെയാണ് ഇരിക്കുക. എന്താ അങ്ങനെ ഹുക്ക് പോലെ ഇരിക്കണേ? അവരുടെ കോട്ടിലാണ് അവരുടെ ലീഫ്. അതായത് ഇവിടെ ഈ കാണിച്ച് പച്ചയില്ലേ, ആ സാധനമാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കും? ഇതിങ്ങനെ ഗ്രോ ചെയ്തിട്ട് അങ്ങനെ ഹുക്ക് പോലെ ഇരിക്കുന്ന എന്താണ്? അവരുടെ കോട്ടിലിഡനാണ്. സോ എപ്പിക്കൽ ഹുക്ക് ആയിരിക്കും. എപ്പിക്കൽ ഹുക്ക് ഫോം ചെയ്യും ആര്? കോട്ടിലിഡൻ. ഓക്കെ. ഓപ്പൺ ആണോ? അല്ല, ക്ലോസ്ഡ് ആണ്. എക്സ്പാൻഡഡ് ആണോ? അല്ല, അൺഎക്സ്പാൻഡഡ് ആണ്. സോ ദ സീഡ്ലിംഗ് വിച്ച് ഇസ് ഗ്രോൺ ഇൻ ദ ഡാർക്ക്, ദേ വിൽ ഹാവ് എ apical hook. Apical hook, they will form a apical hook and it is closed and unexpanded cotyledon. പക്ഷെ ലൈറ്റ് വളരുന്നതിന് എന്തില്ല കൂട്ടുകാരെ? നോ എപ്പിക്കൽ ഹൂക്ക്, ഓപ്പൺ ആൻഡ് എക്സ്പാൻഡഡ് കോട്ടിലിഡൺ ആണ് ആർക്ക് കാണുന്നത്? ലൈറ്റിലുള്ള ചെടികളിൽ കാണുന്നത്. പക്ഷെ ഡാർക്കിലാവുന്ന സമയത്ത് എപ്പിക്കൽ ഹുക്ക് ഈസ് ദർ ആൻഡ് ദർ കോട്ടിലിഡൺ ഈസ് ക്ലോസ്ഡ് ആൻഡ് അൺഎക്സ്പാൻഡഡ് കോട്ടിലിഡൺ. ഓക്കെ. ഇനി അവരുടെ ഹൈപ്പോകോട്ടയിൽ എന്തായിരിക്കും അറിയൂ? ഇലോങ്ങേറ്റഡ് ആയിരിക്കും. എന്തായിരിക്കും? ഇലോങ്ങേറ്റഡ് ആയിരിക്കും. എന്തുകൊണ്ടായിരിക്കും ഹൈപ്പോകോട്ടയിൽ ഇലോങ്ങേറ്റഡ് ആവുന്നതെന്ന് പറയാൻ വേണ്ടി പറ്റുമോ? ഗസ് ചെയ്യൂ. അറിയാത്തവർ ഗസ് ചെയ്യൂ. എന്തുകൊണ്ടായിരിക്കും?
ഇതൊരു ഡാർക്കിലല്ലേ വളരുന്നേ. അപ്പോ ഇവർക്ക് എന്ത് വേണം? ഒരു ചെടിക്ക് വളരാൻ എന്ത് വേണം? വെളിച്ചം വേണ്ടേ? പോട്ടെ. നിങ്ങൾക്ക് നിങ്ങളിപ്പോ റൂമിൽ പൂട്ടിയിട്ട് വെച്ചോ, നിങ്ങളെ ലൈറ്റുള്ള സ്ഥലം തേടി പോവില്ലേ? പോട്ടെ. ഫുഡില്ല സ്ഥലം തേടി പോവില്ലേ? ഭക്ഷണം വേണ്ട, ഞഞ്ഞം കഴിക്കണ്ടേ നമുക്ക്? ഭക്ഷണം തേടി പോവില്ലേ? പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം ലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം കിട്ടും. എങ്ങനെ? ലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഫോട്ടോസിന്തസിസ് ഒക്കെ ചെയ്യാലോ, അല്ലേ? ഇവരുടെ ലീവ്സ് എന്ത് ചെയ്യും? എക്സ്പാൻഡഡ് ആയിട്ട് ഇങ്ങനെ വെക്കാലോ. കുറെ ക്ലോറോഫില്ലിനെ അറേഞ്ച് ചെയ്യാലോ. കുറെ സുക്രോസ് പ്രൊഡ്യൂസ് ചെയ്യാലോ. അപ്പൊ ഫുഡ് വേണ്ടേ? ഫുഡ് വേണം. അതിന് മുന്നേ എന്ത് വേണം? ലൈറ്റ് വേണ്ടേ? അപ്പോ ഈ ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നോക്കണേ, ഈ ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന പ്ലാന്റ്സ്, സീഡ്ലിങ് ഇങ്ങനെ എന്ത് ചെയ്യുന്നത്? ഹൈപ്പോക്കോട്ടൽ ഇലോങ്ങേറ്റ് ചെയ്ത് പോകുന്നേ. ഓക്കെ. ഇതിങ്ങനെ നമ്മളിങ്ങനെ എത്തി നോക്കുന്ന പോലെയല്ലേ? അതായത് ഇവിടെ ലൈറ്റ് ഉണ്ടോ, ഇവിടെ ലൈറ്റ് ഉണ്ടോ, അവിടെ ലൈറ്റ് ഉണ്ടോ, ഇങ്ങനെ എത്തി എത്തി നോക്കുന്ന പോലെയല്ലേ? അങ്ങനെ എത്തി നോക്കുന്നത് കൊണ്ട് തന്നെ ഈ എത്തി നോട്ടത്തിനെ എന്ത് വിളിച്ചു എന്നറിയോ? എറ്റിയോളേഷൻ എന്ന് വിളിച്ചു. ആരാ പേരിട്ടെ? മലയാളിയെ പേരിട്ടെ. ഓക്കെ, വെറുതെ പറഞ്ഞാണ്. എറ്റിയോളേഷൻ എന്ന് വിളിച്ചു. എന്ത് വിളിച്ചു? എറ്റിയോളേഷൻ. സോ എറ്റിയോളേഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഈ ഇലോങ്ങേറ്റഡ് ഹൈപ്പോക്കോട്ടൽ ഇൻ സ്കോട്ടോമോർഫോജെനിസിസ്. ഇലോങ്ങേറ്റഡ് ഹൈപ്പോക്കോട്ടൽ ഇൻ സ്കോട്ടോമോർഫോജെനിസിനെ നമ്മൾ എന്ന് വിളിക്കുക എറ്റിയോളേഷൻ എന്ന് വിളിക്കുന്നത്. സോ എറ്റിയോളേഷൻ എവിടെ നടക്കുന്നു? സ്കോട്ടോമോർഫോജെനിസിന്റെ ഭാഗമായിട്ട് നടക്കുന്നു. ഇനി റൂട്ട് ഡെവലപ്മെന്റ് എന്താണ്? റൂട്ട് ഡെവലപ്മെന്റ് എന്താണ്? പുവർ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആയിരിക്കും നടക്കുക. അല്ലാണ്ട് ഇവിടെ പോലെ നോക്കിയേ, ഇതിപ്പോ ഒരു മേജർ റൂട്ട് മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന എന്താ പറയാ, ലാറ്ററൽ റൂട്ട്സ്, മെയിൻ റൂട്ട് മാത്രമേ ഉള്ളൂ. ലാറ്ററൽ റൂട്ട് പ്രസന്റ് ആയിട്ടില്ലല്ലോ ഡാർക്കില്. ഇല്ല. പക്ഷേ ഇവിടെ എടുക്കുന്ന സമയത്തൊക്കെ ലാറ്ററൽ റൂട്ട്സും ഫോം ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് നോക്കാലേ എന്തൊക്കെയാ നമ്മുടെ സ്കോട്ടോന്റെയും ഫോട്ടോമോർഫോജെനിസിന്റെയും ഡിഫറൻസ് നമുക്ക് നോക്കാലോ. ശ്രദ്ധിക്കണേ. എന്താ ഒന്നാമത്തെ ഡിഫറൻസ്? എന്താ? Cotyledon is open and expanded and green in photomorphogenesis. ഇനി ഡാർക്കിലേക്ക് വരുന്ന സമയത്ത് എന്താണ്? ക്ലോസ്ഡ് കോട്ടിലിഡൺ ആൻഡ് ദേ വിൽ ഫോം എപ്പിക്കൽ ഹുക്ക്. ദേ വിൽ ഫോം എപ്പിക്കൽ ഹുക്ക് ഫോം ചെയ്യും. ഇനി ഇവിടെ ഷോർട്ട് ഹൈപ്പോക്കോട്ടയിലല്ലേ ഫോട്ടോമോർഫോജെനിക് റെസ്പോൺസിന്റെ ഭാഗമായിട്ട്. ഇവിടെ എന്താണ്? ഇലോങ്ങേറ്റഡ് ഹൈപ്പോക്കോട്ടയിൽ എറ്റിയോളേഷൻ ആണ് ഡാർക്കിൽ നടക്കുന്നത്. പിന്നെയോ എക്സ്റ്റെൻസീവ് റൂട്ട് ഡെവലപ്മെന്റിലാണ് ലൈറ്റിൽ ഉണ്ടാവുന്നത്. റെഡ്യൂസ്ഡ് റൂട്ട് ഡെവലപ്മെന്റ് ആണ് ഡാർക്കിൽ ഉണ്ടാവുന്നത്. ഗ്രീൻ കളർ ഓഫ് ദി ലീഫ്, ദാറ്റ് ഈസ് എന്താ? ക്ലോറോഫിൽ എന്താണ്? പ്രസന്റ് ആണ്. ഇവിടെ ഗ്രീൻ കളർ ഇല്ല. ക്ലോറോഫിൽ എന്താണ്? ആബ്സെന്റ് ആണ്. സോ എക്സാമിന് ചില സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയിട്ടും ഫോൾസ് ആയിട്ടും തരും ഇതിൽ നിന്ന്. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറയും? ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്, ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഓക്കെ. യെസ്. സോ സോ അടുത്തത് ഒരു എക്സ്പീരിമെന്റ് ആണ്. ഈ എക്സ്പീരിമെന്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. നമ്മുടെ തലയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് ധാരണ കിട്ടും. ഓക്കെ. ഒരു റിസർച്ചർ ആയിട്ട് നിങ്ങൾ ഒരു 5 നിമിഷത്തേക്ക്, 5 മിനിറ്റിലേക്ക് നിങ്ങളൊരു റിസർച്ചർ ആയിട്ട് നിങ്ങളെ തന്നെ വിചാരിക്കുക. സോ ഞാൻ കുറച്ച് റിസർച്ച് ഹൈപ്പോത്തിസും കാര്യങ്ങളൊക്കെ പറയും. ഓക്കെ. എന്നിട്ടോ അതിൽ നിങ്ങൾ കിട്ടുന്ന റിസൾട്ട് എന്താണെന്നാണ് എനിക്ക് പറഞ്ഞു തരേണ്ടത്. ഓക്കെ. ഓക്കെ. ലെറ്റ്യൂസ് സീഡാണ്. ലെറ്റ്യൂസ് സീഡ് എന്ത് ചെയ്തു? ഡാർക്ക് ലൈറ്റ് മാത്രം കൊടുത്തപ്പോ നോക്കിയേ, ജെർമിനേഷൻ വളരെ കുറവാണ്. ഡാർക്ക് മാത്രം കൊടുത്തു. കുറച്ചു നേരം റെഡ് ലൈറ്റ് കൊടുത്തു. അപ്പൊ നോക്കിയേ, കുറേ ജെർമിനേറ്റ് ചെയ്തു. കിട്ടിയ കൂട്ടുകാരെ? റെഡ് ലൈറ്റ് കൊടുത്തപ്പോ കുറേ ജെർമിനേറ്റ് ചെയ്യും. ഓക്കെ. റെഡ് ലൈറ്റും കൊടുത്തു, ഫാർ റെഡ് ലൈറ്റും കൊടുത്തു. ആദ്യം റെഡ് ലൈറ്റ് കൊടുത്തു, പിന്നീട് ഫാർ റെഡ് ലൈറ്റ് കൊടുത്തു. ജെർമിനേഷൻ വീണ്ടും കുറഞ്ഞു. എന്തൊക്കെയാ പറഞ്ഞ്? ആദ്യം ഡാർക്ക് മാത്രം കൊടുത്തപ്പോ ജെർമിനേഷൻ ഇല്ല. ഇനി റെഡ് ആദ്യം കൊടുത്തപ്പോ എന്ത് സംഭവിച്ചു? റെഡ് മാത്രം കൊടുത്തപ്പോ എന്ത് സംഭവിച്ചു? ജെർമിനേറ്റ് ചെയ്തു. ഓക്കെ. ഇനി
ഇനി റെഡ് ആദ്യം കൊടുത്തു, പിന്നീട് ഫാർ റെഡ് കൊടുത്തു, പിന്നെയും ജെർമിനേഷൻ കുറഞ്ഞു. അതായത് ജെർമിനേഷൻ കുറഞ്ഞു. ഓക്കെ. ഓക്കെ. ഇനി എന്താ ചെയ്തേ അറിയോ? നോക്കണേ. റെഡ് കൊടുത്തു, ഫാർ റെഡ് കൊടുത്തു, റെഡ് കൊടുത്തു. ഓർഡർ ആണ് 1 2 3. ഓക്കെ. റെഡ് കൊടുത്തു. റെഡ്, ഫാർ റെഡ്, റെഡ്. അപ്പൊ സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. റെഡ് കൊടുത്തു ആദ്യം, ഫാർ റെഡ്, ദെൻ റെഡ്, ദെൻ ഫാർ റെഡ് അഗെയിൻ. എഗെയിൻ ജെർമിനേഷൻ സ്റ്റോപ്പ് ആയി. പറയൂ പ്രിയപ്പെട്ട സയന്റിസ്റ്റ്, പറയൂ, എന്താണ് ഈ എക്സ്പീരിമെന്റിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ കൺക്ലൂഷൻ? പറ, എന്ത് കൺക്ലൂഷൻ നിങ്ങൾക്ക് ഇതിൽ മനസ്സിലായി? ടൈപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു. ആദ്യം ഡാർക്ക് കൊടുത്തപ്പോ ഒന്നും ജെർമിനേറ്റ് ആയില്ല. ഡാർക്ക് കൊടുത്തപ്പോ ജെർമിനേറ്റ് ആയില്ല. റെഡ് കൊടുത്തപ്പോ ജെർമിനേറ്റ് ആയി. ആദ്യം റെഡ് കൊടുത്തു, പിന്നെ ഫാർ റെഡ് കൊടുത്തു. അപ്പൊ എന്തായി? ജെർമിനേറ്റ് ആയില്ല. റെഡ് കൊടുത്തു, ഫാർ റെഡ് കൊടുത്തു, റെഡ് കൊടുത്തു, ജെർമിനേറ്റ് ആയി. റെഡ് കൊടുത്തു, ഫാർ റെഡ് കൊടുത്തു, റെഡ് കൊടുത്തു, ഫാർ റെഡ് ലൈറ്റ് കൊടുത്തു. അപ്പൊ എന്തായി? ജെർമിനേറ്റ് ആയില്ല. സോ വാട്ട് ഡു യു തിങ്ക്? നിങ്ങൾ ഒരു സയന്റിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ എന്താ എന്താ കൺക്ലൂഷനിലേക്ക് എത്തുക? മൈക്കോണൊക്കെ പറയുന്നവർക്ക് മൈക്കോണൊക്കെ പറയാം. പുതുതായിട്ട് കേൾക്കുന്നവരെ ആൻസർ പറയാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുന്നു. ഒരിക്കൽ കേട്ടവരാണ് നിർബന്ധമായിട്ട് തെറ്റാതെ ആൻസർ പറയാം. കറക്റ്റ് ആണ് കേട്ടോ സർഗ. പറ, ആദ്യമായിട്ട് എന്നെ കേൾക്കുന്നവരൊന്ന് പറയാൻ ശ്രമിക്കുന്ന രഞ്ജന, ആരതി, ഒന്ന് ശ്രമിച്ചു നോക്ക്. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാൻ വേണ്ടി പറ്റുന്ന കാര്യം നിങ്ങളെല്ലാരും പറയും. പറയണം. ഏതോ ഒരു ലൈറ്റ്. ആരതിക്ക് മനസ്സിലാവുന്നുണ്ട് പറയണേ. അല്ല അമൃത, കറക്റ്റ് ആട്ടോ. റെഡ് ലൈറ്റ് എന്തിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്? ജെർമിനേഷനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഫാർ റെഡ് ലൈറ്റ് ജെർമിനേഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. കിട്ടിയോ? അത് കറക്റ്റാ. യെസ്, കറക്റ്റ് നിരഞ്ജന, വെരി ഗുഡ്. ഓക്കെ. റെഡ് ലൈറ്റ് എന്ത് ചെയ്യുന്നു? ജെർമിനേഷനെ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ. ഫാർ റെഡ് എന്ത് ചെയ്യുന്നു? ജെർമിനേഷൻ നടക്കുന്നതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. വേറെ ഒരു കൺക്ലൂഷൻ കൂടിയുണ്ട്. എന്താ? നിങ്ങൾ എന്താ പറയാ, നിങ്ങൾ പകുതി സയന്റിസ്റ്റ് ആയി എന്ന് ഞാൻ പറയുന്നു. സമ്മതിച്ചിരിക്കുന്നു, പകുതി സയന്റിസ്റ്റ് ആയി. ഇനി അടുത്ത ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺക്ലൂഷൻ കൂടി നിങ്ങൾക്ക് എത്താൻ വേണ്ടി പറ്റും. കമോൺ, യൂസ് യുവർ ബ്രെയിൻ. ഒന്നുകൂടി ഞാൻ എക്സ്പെരിമെന്റ് കാണിക്കണോ? ആലോചിക്കുക. എന്താ? ഇത് ഡാർക്കിലാണ്. വേവ് ലെങ്ത് ഡിപ്പെൻഡ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വേവ് ലെങ്ത് ആണ് ഡിഫറെന്റ്. വേവ് ലെങ്ത് ആണ് ഡിഫറെന്റ് ലൈറ്റ്. അപ്പോ വേവ് ലെങ്ത് പറയുന്നതും ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ്. ഡാർക്ക് കൊടുത്തപ്പോ ജെർമിനേറ്റ് ആയില്ല. റെഡ് കൊടുത്തപ്പോ ജെർമിനേറ്റ് ആയി. റെഡ് കൊടുത്തു, ഫാർ റെഡ് കൊടുത്തു. ഇപ്പൊ എന്താ? ജെർമിനേറ്റ് ആയില്ല. റെഡ്, ഫാർ റെഡ്, റെഡ്. റെഡ്, ഫാർ റെഡ്, റെഡ്, ഫാർ റെഡ്. പറ. സർഗ് കറക്റ്റ് ആട്ടോ.
ആ ഫൈറ്റോക്രോം, യെസ്, വെരി ഗുഡ്. ഓക്കെ, ഫൈറ്റോക്രോം. ഓക്കെ, ഫൈറ്റോക്രോം ആണ് റെഡിനെയും ഫാററ്റിനെയും ലൈറ്റ് അബ്സോർബ് ചെയ്യുന്ന അമൃത. വെരി ഗുഡ്. സോ ഫൈറ്റോക്രോമിന് ഒരു റോൾ ഉണ്ട് എന്നും കൂടി പറയാം. ഓക്കെ, സോ നിങ്ങൾ എന്താ പറയാ, ഒരു 60% സയന്റിസ്റ്റ് ആയി. വെരി ഗുഡ് നിരഞ്ജന. ഓക്കെ, എന്താ നിരഞ്ജന പറഞ്ഞേ? ലാസ്റ്റ് ലൈറ്റ് ഏതാണ് കൊടുക്കുന്നത് അത് വെച്ച് ജെർമിനേഷൻ നടക്കുന്നു പറയാം. യെസ്, വെരി ഗുഡ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പോയിന്റ്. ലാസ്റ്റ് കൊടുക്കുന്ന ലൈറ്റ് ഏതാണോ അതാണ് എന്ത് ചെയ്യുന്നത്, ജെർമിനേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഞാൻ ഒരു കോൾ എടുക്കട്ടെ മക്കളെ, നിങ്ങളിത് സ്ക്രീൻ കാണേ ഒന്ന്. ഹലോ. ഓക്കെ, സോറി. അത്യാവശ്യ കോളായിരുന്നു. സോ നമ്മൾ പറഞ്ഞത് എക്സ്പെരിമെന്റിന്റെ കാര്യം. ഓക്കെ, സോ രണ്ട് കൺക്ലൂഷനാണ് ഉള്ളത്. ഒന്നാമത്തെ കൺക്ലൂഷൻ,
കോൺസെപ്റ്റ് ആണ് മനസ്സിലാക്കേണ്ടത്. എക്സാമിന് എന്ത് ചെയ്യും, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചിത്രം തരും, അല്ലെങ്കിൽ ഇങ്ങനത്തെ എക്സ്പെരിമെന്റ് ഡിഫൈൻ ചെയ്യും, എന്നിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻ ഐ മീൻ ജെർമിനേറ്റ് ചെയ്യില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ കാലഘട്ടത്തിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? റെഡ് ലൈറ്റ് പ്രൊമോട്ട് ജെർമിനേഷൻ എന്ന് നിങ്ങൾ പറഞ്ഞു. പിന്നെയോ ബട്ട് ദിസ് എഫക്ട് ഈസ് റിവേഴ്സ്ഡ് ബൈ ഫാർ റെഡ് ലൈറ്റ്, അതും നിങ്ങൾ പറഞ്ഞു, കറക്റ്റാ. പിന്നെന്താ പറഞ്ഞു? ഫൈറ്റോക്രോമിന്റെ കാര്യം പറഞ്ഞു. പിന്നെന്താ? എഫക്ട് ഓഫ് ലൈറ്റ് ട്രീറ്റ്മെന്റ് ഡിപ്പെൻസ് അപ്പോൺ ദ ലാസ്റ്റ് ട്രീറ്റ്മെന്റ് ഗിവൺ. എന്താണോ ലാസ്റ്റ് കൊടുക്കുന്നത്. ഫാർ റെഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ? ജെർമിനേറ്റ് ചെയ്യുന്നില്ല. റെഡ് ലാസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ജെർമിനേറ്റ് ചെയ്യും. ഫാർ റെഡ് കൊടുത്തു കഴിഞ്ഞാൽ ജെർമിനേറ്റ് ചെയ്യുന്നില്ല. സോ അതിന്റെ മുന്നേ അല്ലെങ്കിൽ അതിന്റെ മുന്നോടിയായിട്ട് കൊടുക്കുന്ന ലൈറ്റ് ഒന്നും ഡിപ്പെൻഡ് ചെയ്യില്ല. ഏത് ലൈറ്റ് ആണ് ലാസ്റ്റ് കൊടുക്കുന്നത്, അതാണ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമ്മുടെ ജെർമിനേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ഫൈറ്റോക്രോം ആണ് നമ്മൾ പറഞ്ഞു വെച്ചാൽ എന്താണ്? ഫൈറ്റോക്രോം ആണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ജെർമിനേഷന് ഹെൽപ്പ് ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞു. ഐ മീൻ റെഡ് ലൈറ്റിനെ പെർസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞു. ഓക്കെ, സോ എങ്ങനെയാണ് ഫൈറ്റോക്രോം ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് പറയാൻ വേണ്ടത്. ഓക്കെ, ഫൈറ്റോക്രോം. സോ ഫൈറ്റോക്രോമിന് എന്തുണ്ടെന്ന് അറിയോ? പി ആർ എന്ന് പറയുന്ന ഫോമും ഉണ്ട്, പി എഫ് ആർ എന്ന് പറയുന്ന ഫോമും ഉണ്ട്. അതായത് രണ്ട് ഫോമിലാണ് ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത്. പി ആർ ഫോമിലും എക്സിസ്റ്റ് ചെയ്യാം, പി എഫ് ആർ ഫോമിലും എക്സിസ്റ്റ് ചെയ്യാം. സോ പി ആർ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതൊരു ഇനാക്റ്റീവ് ഫോമാണ്. എന്താണ്? അതൊരു ഇനാക്റ്റീവ് ഫോമാണ്. എന്ത് മക്കളെ? പി ആർ ഫോം എന്ന് പറയുന്നത്. ഇനി പി എഫ് ആർ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ്? ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഫോമാണ്. എന്ത്? നമ്മുടെ പി എഫ് ആർ ഫോം എന്ന് പറയുന്നത്. സോ ഒരു പ്രോട്ടീൻ തന്നെ രണ്ട് സ്റ്റേറ്റിൽ, ആക്റ്റീവ് ഫോമിലും ഉണ്ടാവും, ഇനാക്റ്റീവ് ഫോമിലും ഉണ്ടാവും. സോ ഇനാക്റ്റീവ് ഫോമിലുള്ള പി ആറിനെ എങ്ങനെയാണ് ആക്റ്റീവ് ഫോമിലേക്ക് കൊണ്ടുവരിക? ആരാണ് കൊണ്ടുവരിക? റെഡ് ലൈറ്റ് ആണ് കൊണ്ടുവരിക. ആരാണ് കൊണ്ടുവരിക? റെഡ് ലൈറ്റ്. സോ ഇൻ ദ പ്രസൻസ് ഓഫ് റെഡ് ലൈറ്റ്, പി ആർ ഈസ് കൺവേർട്ടഡ് ഇൻ ടു പി എഫ് ആർ. ഇനി in the presence of far red light, in the presence of far red light, എന്ത് സംഭവിക്കും? പി എഫ് ആർ will converted into പി ആർ ഫോം. ഓക്കെ, ഇനി എന്താണ് ഈ പി എഫ് ആർ ഫോം ചെയ്യുന്നത്? ഈ ഫൈറ്റോക്രോമിനെ നമ്മൾ എന്തും കൂടി വിളിക്കുന്നറിയോ? 5B. ഓക്കെ, ഫൈറ്റോക്രോം 5 എന്ന് വിളിക്കും. അതായത് 5B എന്ന് വിളിക്കണ്ട, നിങ്ങൾ 5A ഉണ്ട്, 5B ഉണ്ട്. ഓക്കെ, ഫൈറ്റോക്രോം എ ഉണ്ട്, ക്ലാസ് ബി ഉണ്ട്. സോ PHY എന്നാണ് എന്ത് മൊത്തത്തില് ആരെ വിളിക്കുക? 5നെ വിളിക്കുക. ഓക്കെ, 5B ആണ് അബണ്ടന്റ് ആയിട്ട് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ 5B എഴുതി പോയത്. ഓക്കെ, 5B ആണ് അബണ്ടന്റ് ആയിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, സോ ഇനി എന്താണ് ഇവർ ശരിക്കും ചെയ്യുന്നത്? ഈ ഫൈറ്റോക്രോം എന്താണ് ചെയ്യുന്നത്? ഓക്കെ, സോ പിഫ് ഫോർ. ഓക്കെ, ആരാണ് ഒരു ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഫൈറ്റോക്രോം ഇന്ററാക്ടിങ് ഫാക്ടർ 4. ആരാണ്? ഫൈറ്റോക്രോം ഇന്ററാക്ടിങ് ഫാക്ടർ 4. സോ ഈ പിഫ് എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട്. ഈ പ്രോട്ടീൻ ആണ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നത്? ഫോട്ടോ മോർഫോജെനിസിസിന് ഹെൽപ്പ് ചെയ്യുന്നത്. പിഫോർ ആണ് ഫോട്ടോ മോർഫോജെനിസിസിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? പിഫോർ ഈസ് പ്രൊമോട്ടിങ്, സോറി, ഫോർ ഫോട്ടോ അല്ല മക്കളെ, സ്കോട്ടോ ആണ്. സ്കോട്ടോ മോർഫോ ജെനിസിസിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പിഫോർ സ്കോട്ടോനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ പിഫോർ എന്ത് ചെയ്യും?
P4 ഫോട്ടോമോർഫോജെനിസിസിനെ ഇൻഹിബിറ്റ് ചെയ്യും. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. P4 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫൈറ്റോക്രോം ഇന്ററാക്ടിങ് ഫാക്ടർ 4 എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ്. അവരുടെ ഫംഗ്ഷൻ എന്താ? സ്കോട്ടോൻ ആക്ടിവേറ്റ് ചെയ്യുക, എന്നിട്ടോ ഫോട്ടോനെ ഇൻഹിബിറ്റ് ചെയ്യുക എന്നാണ് ഈ P4ന്റെ ഫംഗ്ഷൻ. ഓക്കെ, ഈ 4 പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, 4 പറഞ്ഞാലും കുഴപ്പമില്ല. ഓക്കെ, ഇനി എന്താ സംഭവിക്കാന്നറിയോ? റെഡ് ലൈറ്റിന്റെ പ്രസൻസിൽ PR എന്തായിട്ട് മാറി? PFR ആയിട്ട് മാറി അല്ലേ? PFR പോയിട്ട് എന്ത് ചെയ്യുന്നറിയോ? PFR വിൽ degrade. ഓക്കെ, PFR എന്ത് ചെയ്യും? Degrade the P4. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ഇൻഹിബിറ്റ് P4 എന്ന് എഴുതുന്നു. ഓക്കെ, അവരെന്ത് ചെയ്യുന്നു? P4നെ ഇൻഹിബിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, ഇങ്ങനെ പറയാം, ഡീഗ്രേഡ്. ഓക്കെ, ഡീഗ്രേഡ് P4. അപ്പൊ P4 ഉണ്ടോ അവിടെ സെല്ലില്? ഇല്ല, P4 ഇല്ല. സോ P4 ഇല്ലെങ്കിൽ P4ന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? P4 എന്താ ചെയ്യുന്നേ? P4 ഇൻഹിബിറ്റ് ഫോട്ടോ മോർഫോജെനിസിസ് അല്ലേ? ഇനി P4 എന്താ ചെയ്യുന്നത്? ആരെ ആക്ടിവേറ്റ് ചെയ്യും? ഫോട്ടോ മോർഫോജെനിസിസ് അല്ലേ? സോ ആദ്യം മുതലേ എന്റെ കൂടെ വാ. ഇൻ ദ പ്രസൻസ് ഓഫ് റെഡ് ലൈറ്റ്, PR form of phytochrome will be converted to the active form, that is PFR form. So PFR form will inhibit the P4. അവരെന്ത് ചെയ്യും? P4നെ ഇൻഹിബിറ്റ് ചെയ്യും, or P4 will be degraded by PFR form of phytochrome. ഓക്കെ, സോ P4 ശരിക്കും എന്താ ചെയ്യുന്നത്? ഫോട്ടോമോർഫോജെൻസിസിനെ ഇൻഹിബിറ്റ് ചെയ്യും, സ്കോട്ടോൻ ആക്ടിവേറ്റ് ചെയ്യും. ഇപ്പൊ P4 ഉണ്ടോ? ഇല്ല. P4ന് എന്ത് സംഭവിച്ചു? ഡീഗ്രഡേഷൻ സംഭവിച്ചു. അപ്പൊ P4നെ ആരെ ഇൻഹിബിറ്റ് ചെയ്യാൻ പറ്റുമോ? ഫോട്ടോമോർഫോസിസിനെ പറ്റുമോ? ഇൻഹിബിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അവിടെ എന്ത് നടക്കും? ഫോട്ടോ നടക്കും അല്ലേ? ഫോട്ടോമോർഫോജൻസ് നടക്കും. ഇനി ഇവിടെ P4 ഡീഗ്രേഡ് ആയില്ലേ? ലെവല് കുറഞ്ഞില്ലേ? അപ്പൊ സ്കോട്ടോനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അവിടെ അപ്പൊ എന്ത് നടക്കില്ല? സ്കോട്ടോ നടക്കില്ല. അവിടെ എന്തേ നടക്കൂ? ഫോട്ടോമോർഫോജെനിസിസ്. റെഡ് ലൈറ്റിന്റെ പ്രസൻസിൽ എങ്ങനെയാണ് ഫോട്ടോമോർഫോജെനിസിസ് നടക്കുന്നതെന്നാണ് ഞാനിപ്പോ പറഞ്ഞു വെച്ചത്. മനസ്സിലായോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ പറ. ഓക്കെ, എന്താണ് ഇവരുടെ ശരിക്കും ഫംഗ്ഷൻ നമ്മൾ നോക്കുക. എന്നിട്ട് ആ ഫംഗ്ഷൻ അനുസരിച്ചിട്ട് എന്ത് ചെയ്യും? അവരിപ്പോ അപ്സ്ട്രീമുള്ള ഭാഗത്ത് നിന്ന്, അതിന്റെ മുകളിലുള്ള ഒരു ഭാഗത്ത് നിന്ന് ആ പ്രോട്ടീനെ ഡീഗ്രേഡ് ചെയ്തു എന്ന് വിചാരിച്ചോ. അങ്ങനെ ഡീഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? അവർക്ക് അവര് ചെയ്യുന്ന ഫംഗ്ഷൻ ചെയ്യാൻ പറ്റില്ല. ആ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അവര് ഫോട്ടോ നടക്കുന്നതും സ്കോട്ടോ നടക്കാത്തതും. ഓക്കെ, സോ എങ്ങനെയാണ് ഫൈറ്റോക്രോം ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞത് സിഗ്നലിംഗ് ആണ്. എങ്ങനെയാണ് റെഡ് ലൈറ്റിന്റെ പ്രസൻസിൽ ഫോട്ടോമോർഫോജൻസ് നടക്കുന്നതെന്ന് പറഞ്ഞു. ഇനിയിപ്പൊ ഞാൻ എങ്ങനെയാണ് ഇവര് ഉണ്ടാക്കുന്നതെന്ന് പറയാം. ഓക്കെ, ഓക്കെ, സോ കാണുന്നില്ലേ? ഓക്കെ, ഫൈറ്റോക്രോം എങ്ങനെ ഉണ്ടാവുന്നതെന്നാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഫൈറ്റോക്രോം ഫൈറ്റോക്രോമിന് പ്രോട്ടീൻ പാർട്ടുണ്ട് മക്കളെ, നോൺ പ്രോട്ടീൻ പാർട്ടുണ്ട്. പ്രോട്ടീൻ പാർട്ടുമുണ്ട്, നോൺ പ്രോട്ടീൻ പാർട്ടുണ്ട്. പ്രോട്ടീൻ പാർട്ട് എവിടുന്നാ ഉണ്ടാവുക? ന്യൂക്ലിയസിൽ നിന്നല്ലേ. സോ അതാദ്യം നമുക്ക് നോക്കാം. ന്യൂക്ലിയസിൽ നിന്ന് എന്ത് ചെയ്തു? 5Bന്റെ ജീന് ട്രാൻസ്ക്രൈബ് ചെയ്യും.
അപ്പൊ എന്ത് കിട്ടും? 5B അല്ലേ ചങ്ങായി? 5. ഓക്കെ, 5. ഓക്കെ, 5Bന്റെ mRNA പ്രൊഡ്യൂസ് ചെയ്യും ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ. ആ mRNA നേരെ എങ്ങോട്ട് വരും? സൈറ്റോസോളിലേക്ക് വരില്ലേ? എന്നിട്ട് അവർക്ക് എന്ത് സംഭവിക്കും? ട്രാൻസ്ലേഷൻ സംഭവിക്കില്ലേ? അപ്പൊ എന്ത് സംഭവിക്കും? 5B പ്രോട്ടീൻ ഉണ്ടാവില്ലേ? ഉണ്ടായോ? ഓക്കെ. ഇനി പ്ലാസ്റ്റിഡ്. ഓക്കെ, പ്ലാസ്റ്റിഡിൽ എന്ത് സംഭവിക്കുന്ന അറിയോ? ഹീം എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഹീം. പ്ലാന്റിൽ ഹീം ഉണ്ട്. ഓക്കെ, ആ ഹീം എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നറിയോ? ബിലിവേർഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതിന് സഹായിക്കുന്ന എൻസൈമാരാണെന്ന് അറിയോ? ഹൈ1. എൻസൈമിന്റെ പേര് ആലോചിക്കുക, ഹൈ1. So, with the help of Hi1, heme in the plastid is converted to biliverdin. Heme in the plastid is converted to biliverdin. With the help of Hi2 enzyme, this biliverdin is converted to ഫൈറ്റോക്രോമോബിലിൻ. ബിലിവേർഡിൻ എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? ഫൈറ്റോക്രോമോബിലിൻ ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഈ ഫൈറ്റോക്രോമോബിലിൻ നേരെ ഇങ്ങോട്ട് വരും, സൈറ്റോസോളിലോട്ട് വരും. എന്നിട്ട് എന്ത് ചെയ്യും? 5Bയുടെ പ്രോട്ടീൻ പാർട്ടും ഈ ഫൈറ്റോക്രോമോബിലിനും കൂടിയിട്ട് എന്ത് ചെയ്യും? ജോയിൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഫൈറ്റോക്രോം എന്ന് പറയുന്ന ഫോട്ടോ റിസപ്റ്റർ മോളിക്യൂൾ ഉണ്ടാവുന്നത്. സോ സാധാരണ ഒരു പ്രോട്ടീൻ പോലെ എന്ത്, ന്യൂക്ലിയസിൽ നിന്ന് മാത്രം ട്രാൻസ്ക്രൈബ് ചെയ്ത് സൈറ്റോസോളിലേക്ക് വന്ന് പ്രോട്ടീൻ ആയതല്ല ഫൈറ്റോക്രോം. അതിന്റെ ഒരു പാർട്ട്, പ്രോട്ടീൻ പാർട്ട് ന്യൂക്ലിയസിൽ നിന്നും നോൺ പ്രോട്ടീൻ പാർട്ട് ആയിട്ടുള്ള ഫൈറ്റോക്രോമോബിലിൻ. എക്സാമിന് ചോദിക്കും ഫൈറ്റോക്രോമിന്റെ നോൺ പ്രോട്ടീൻ പാർട്ട് ആരാണെന്ന് ചോദിക്കും. അപ്പൊ എന്ത് പറയണം? ഫൈറ്റോക്രോമോബിലിൻ ആണ്. അതിന് സഹായിച്ച എൻസൈം ആരൊക്കെയാ? Hi1 in the first step and Hi2 in the second step. Heme is converted to Hi1 into biliverdin, and Hi2 convert biliverdin into phytochromobulin. And this phytochromobulin joins with the 5 protein part in the cytosol in order to form phytochrome with the protein and non-protein part. ഓക്കെ, അങ്ങനെ സൈറ്റോസോളിൽ ഇവരെന്ത് ചെയ്ത മക്കളെ? ഇവര് ഒന്നിക്കുവാണ് കൂട്ടുകാരെ, ഒന്നിക്കുവാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5ന്റെ ഡിഫറെന്റ് ഫോമുകൾ ഉണ്ട്. ഓക്കെ, സോ 5 എക്സിസ്റ്റ് ചെയ്യുന്ന 5 ഐസോഫോമിലാണ് എന്ത് ചെയ്യുന്നത്? 5 എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഏതൊക്കെയാ? 5A, 5B, 5C, D and E. ഓക്കെ, എ എന്താണെന്ന് അറിയോ? അൺസ്റ്റേബിൾ ആണ്. എന്താണ്? അൺസ്റ്റേബിൾ ആണ്. ഓക്കെ, എ അൺസ്റ്റേബിൾ ആണ്. പക്ഷേ ബി എടുക്കുന്ന സമയത്ത് ബി ആണ് മോസ്റ്റ് സ്റ്റേബിൾ. അതുകൊണ്ടാണ് എൻ്റെ വായിൽ എപ്പോഴും 5B എന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, 5B ആണ് മോസ്റ്റ് സ്റ്റേബിൾ. ഇനി 5Cയും Dയും ഇയും എന്താണ്? ദേ ആർ സ്റ്റേബിൾ, ബട്ട് കമ്പയറിംഗ് വിത്ത് ദ 5B ദേ ആർ നോട്ട് ദാറ്റ് മച്ച് സ്റ്റേബിൾ. ഓക്കെ, സോ ഫൈറ്റോക്രോം ബി ആണ് എന്ത് ചെയ്യുന്നത്? സ്റ്റേബിൾ ആയിട്ടുള്ളത്. അതിലാണ് കൂടുതൽ നിലവിൽ റിസർച്ച് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഈ ചിത്രത്തിൽ കാണാൻ വേണ്ടി പറ്റുന്ന കാര്യം ഇതാ നോക്കിയേ. ഹീമുണ്ട്, പ്ലാസ്റ്റിഡില് ബിലിവേർഡിനായി, ഫൈറ്റോക്രോമോബിലിനായി. ഫൈറ്റോക്രോമോബിലിൻ ഈസ് റെപ്രസെന്റഡ് ബൈ P5B. ഓർത്ത് വെച്ചോ. P5B എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഫൈറ്റോക്രോമോബിലിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്ത്? P5B. സോ ഇതാണ് നമ്മുടെ എന്ത്? പ്രോട്ടീൻ പാർട്ട്. എന്തിന്റെ? 5Bയുടെ പ്രോട്ടീൻ പാർട്ട്. ഇതാ ഞാനിപ്പോ എന്നോട് വരയ്ക്കുന്ന മാത്രമുള്ള പോർഷനാണ്. കണ്ട, ഇതാണ് പ്രോട്ടീൻ പാർട്ട്. നോക്കി, ഇത് NH2 ഉണ്ട്, ഇവിടെ N ടെർമിനൽ ഉണ്ട്, ഇവിടെ C ടെർമിനൽ ഉണ്ട്. ഇവിടെ നോക്കിയേ N ടെർമിനൽ ഉണ്ട്, C ടെർമിനൽ ഉണ്ട്. സോ ഇതാണ് നമ്മുടെ ഫൈറ്റോക്രോം പ്രോട്ടീൻ പാർട്ട്. ഈ ഫൈറ്റോക്രോമിന്റെ പ്രോട്ടീൻ പാർട്ടിലേക്ക് ആര് വരുന്നു? P5B വരുന്നു. അതാരാ? ഫൈറ്റോക്രോമോബിലിൻ അല്ലേ? ഇതാ ഫൈറ്റോക്രോമോബിലിൻ വന്നിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്യുന്നു രണ്ട് സൈഡിലും. ഓക്കെ, ഫൈറ്റോക്രോമോബിലിൻ വന്ന് അറ്റാച്ച് ചെയ്യുന്നു. സോ പ്രോട്ടീൻ പാർട്ടുമായിട്ട് നോൺ പ്രോട്ടീൻ പാർട്ട് സൈറ്റോസോളിൽ നിന്ന് ജോയിൻ ചെയ്യുന്നു.
അപ്പൊ ഇതിന് പല ഡൊമെയിൻസ് ഒക്കെ ഉണ്ട്. ജസ്റ്റ് നിങ്ങളിപ്പോ മനസ്സിലാക്കലിൽ നമുക്ക് അവസാനം എക്സാം അടുക്കുന്നതോടുകൂടി നമ്മളത് പഠിക്കാം. ഇപ്പൊ പാസ് ഡൊമെയിൻ ഉണ്ട്, ഗാഫ് ഡൊമെയിൻ ഉണ്ട്, ഫൈ ഡൊമെയിൻ ഉണ്ട്, PRD ഡൊമെയിൻ ഉണ്ട് രണ്ടെണ്ണം, പിന്നെയോ HKRD ഡൊമെയിൻ ഉണ്ട്. അതേപോലെ ഇപ്പറും ഉണ്ട്. ഓക്കെ. പിന്നെ ഇവിടെ നടുക്കൊരു ഹിഞ്ച് ഒക്കെ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ പഠിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, P5B, ദാറ്റ് ഈസ് ഫൈറ്റോക്രോമോബില്ലിൻ ഈസ് ഇന്ററാക്ടിങ് വിത്ത് ദ GAF ഡൊമെയിൻ ഓഫ് ഫൈവ്. ഫൈവിന്റെ ഫൈറ്റോക്രോമിന്റെ എന്ന് പറയണ്ട, ഡൊമെയിൻ ഉണ്ടല്ലോ അല്ലെ. ഫൈറ്റോക്രോമിന്റെ ഫൈറ്റോക്രോമിന്റെ ഗ്യാഫ് ഡൊമെയിനുമായിട്ടാണ് നമ്മുടെ P5B അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ. ആ അറ്റാച്ച് ചെയ്ത് വെച്ച കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് പറയും. ലൈറ്റ് എക്സൈറ്റ് ചെയ്യുന്ന സമയത്ത് മോർഫോളജിക്കൽ ചേഞ്ചസ് ഒക്കെ വരും എന്നൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ. സോ PR ഫോം അല്ലേ ഇത്? PR ഫോം ഇനാക്റ്റീവ് ഫോം ആണല്ലോ. എന്ത് ഫോമാണ്? ഇനാക്റ്റീവ് ആണല്ലേ. അവർ ഇനാക്റ്റീവ് ഫോം ആണ്. ഓക്കെ. റെഡ് ലൈറ്റിന്റെ പ്രസൻസില് അല്ലെ, റെഡ് ലൈറ്റിന്റെ പ്രസൻസില് ആ ഇനാക്റ്റീവ് ഫോം നോക്കണേ. റെഡ് ലൈറ്റിന്റെ പ്രസൻസില് ആ ഇനാക്റ്റീവ് ഫോം എന്തായിട്ട് മാറി? PFR ഫോം ആയിട്ട് മാറി. ദാറ്റ് ഈസ് ആക്റ്റീവ് ഫോം. സോ നോക്കിയേ, ഇങ്ങനെയല്ലേ. ഇതാണ് എന്ത്? വായിച്ചു, ഇതാണ് PR ഫോം. റെഡ് ലൈറ്റിന്റെ പ്രസൻസിൽ അവരെന്തായിട്ട് മാറി? PFR ഫോം ആയിട്ട് മാറി. നിങ്ങൾ ഇത് ചിത്രം നോക്കിയത്, ഈ ചിത്രവും അല്ലേ. അതായത് അവർക്ക് മോർഫോളജിക്കൽ ചേഞ്ചസ് അവിടെ ഉണ്ടാവുന്നു. എന്തുണ്ടാവുന്നു? മോർഫോളജിക്കൽ ചേഞ്ചസ് ഉണ്ടാവുന്നു. ഈ സ്ട്രക്ചറിനെ നമ്മൾ ബീറ്റ ഹെയർ പിൻ സ്ട്രക്ചർ എന്ന് വിളിച്ചു. എന്ത് വിളിച്ചു? ബീറ്റ ഹെയർ പിൻ സ്ട്രക്ചർ ആണെന്ന് പറയാം. ഓക്കെ. ഇവിടെ എന്താണ്? ഇതിനെ ആൽഫ ഹെലിക്സ് സ്ട്രക്ചർ അല്ലെങ്കിൽ ആൽഫ ഹെലിക്സ് സ്ട്രക്ചറിലേക്ക് അവർ മാറി എന്ന് പറയാം. എന്താണ്? ആൽഫ ഹെലിക്സ് സ്ട്രക്ചർ ആണെന്ന് പറയാം. ഇത് ബീറ്റ ഹെയർ പിൻ ആണ്. അടുത്തത് എന്താണ്? റെഡ് ലൈസിന്റെ പ്രസൻസിൽ അവരെന്തായിട്ട് മാറും? ആൽഫ ഹെലിക്സ് സ്ട്രക്ചറിലേക്ക് മാറും. ഓക്കെ. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഇവര് ഇനാക്റ്റീവ് ആയിട്ടുള്ള PR ഫോമിൽ നിൽക്കുന്ന സമയത്ത്, ശ്രദ്ധിക്കണേ, ഇനാക്റ്റീവ് ആയിട്ടുള്ള PR ഫോമിൽ നിൽക്കുന്ന സമയത്ത് നോക്കിയേ, അവരുടെ PRD ഡൊമെയിൻ എന്താണ്? മാസ്ക്ഡ് ആണല്ലേ. അവരുടെ PRD ഡൊമെയിൻ എന്താണ്? മാസ്ക്ഡ് ആണ്. എപ്പോഴാണോ റെഡ് ലൈറ്റിന്റെ പ്രസൻസിൽ അവരെന്ത് ചെയ്യുന്നത്? കൺഫർമേഷണൽ ചേഞ്ച്, അതായത് ബീറ്റ ഹെയർപിൻ സ്ട്രക്ചറിന് ഇങ്ങനെ തൂക്കിയിട്ടിടുന്ന ബീറ്റ ഹെയർപിൻ സ്ട്രക്ചറിന് അവരെപ്പോഴാണോ ആൽഫ ഹെലിക്കൽ സ്ട്രക്ചർ ആയിട്ട് മാറുന്നേ, അപ്പൊ നോക്കിയേ അവരുടെ PRD ഡൊമെയിന് എന്ത് ചെയ്തു? എക്സ്പോസ്ഡ് ആയി. സോ ഇൻ ദ പ്രസൻസ് ഓഫ് റെഡ് ലൈറ്റ് they will change their conformation from beta hairpin structure to alpha helix structure, and that will expose PRD domain. അത് എന്തിനെ ആക്ടിവേറ്റ് ചെയ്യും? എന്തിനെ എക്സ്പോസ് ചെയ്യും? PRD ഡൊമെയിനെ എക്സ്പോസ് ചെയ്യും. ഇവിടെ എഴുതിയിട്ടുണ്ട് നോക്കണേ. upon the activation of red light, the d-ring of the 5B rotates, exposing the nuclear within the PRD domain of 5B. ഓക്കെ. സോ ഇങ്ങനെ എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് അവരുടെ NLS എക്സ്പോസ് ചെയ്യും. എന്താ NLS? ന്യൂക്ലിയർ ലോക്കലൈസേഷൻ സിഗ്നൽ. എന്തിനെ എക്സ്പോസ് ചെയ്യുന്നു? ന്യൂക്ലിയർ ലോക്കലൈസേഷൻ സിഗ്നലിനെ എക്സ്പോസ് ചെയ്യുന്നു. അങ്ങനെ ന്യൂക്ലിയർ ലോക്കലൈസേഷൻ സിഗ്നലിനെ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാല് എന്ത് സംഭവിക്കും? എന്താ ന്യൂക്ലിയർ NLS എന്ന് പറയണം അല്ലെ. ഇതാണ് ന്യൂക്ലിയസ്, ഇതാണ് സൈറ്റോസോൾ. ഓക്കെ. അപ്പൊ ഇവിടെ ആതിര പറയുന്ന പ്രോട്ടീൻ, ഓക്കെ, ആതിര പറയുന്ന പ്രോട്ടീനെ നമുക്ക് എന്ത് ചെയ്യണം? ആതിര പറയുന്ന പ്രോട്ടീൻ ന്യൂക്ലിയസിലേക്ക് പോകണം എന്ന് വിചാരിച്ചു. അപ്പൊ അവരെന്ത് ചെയ്യുന്നറിയാം? അവർ NLS എക്സ്പോസ് ചെയ്യും. അവർ NLS എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? വേറൊരു പ്രോട്ടീൻ പോയിട്ട് ഈ പ്രോട്ടീനെ ബൈൻഡ് ചെയ്യും. എന്നിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ആതിരേനെ എങ്ങോട്ടേക്ക് റിക്രൂട്ട് ചെയ്യുന്നത്? ന്യൂക്ലിയസിനുള്ളിലോട്ടേക്ക് റിക്രൂട്ട് ചെയ്യുന്നത്. സോ ന്യൂക്ലിയസിലേക്ക് മൂവ് ചെയ്യേണ്ട സിഗ്നലിനെ നമ്മൾ എന്ത് വിളിക്കും? NLS എന്ന് വിളിക്കും. ന്യൂക്ലിയർ ലോക്കലൈസേഷൻ സിഗ്നൽ. ഇതൊക്കെ സെൽ ബയോളജി നിങ്ങൾ പഠിക്കും. ഓക്കെ. ഇനി ന്യൂക്ലിയസിലുള്ള ആരതീന പോട്ടെ. ഇനി ന്യൂക്ലിയസിലുള്ള ആരെ? നിരഞ്ജനേന. പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. നിരഞ്ജനേന. ഓക്കെ. ന്യൂക്ലിയസിലുള്ള നിരഞ്ജന. ഇവിടെ പെന്ന് വർക്കാവുന്നില്ല. ഓക്കെ.
നിരഞ്ജനം. ഓക്കെ, ന്യൂക്ലിയസിലുള്ള നിരഞ്ജനൊക്കെ എങ്ങോട്ടേക്ക് പോകണം? സൈറ്റോസോളിലേക്ക് പോകണം എന്ന് വിചാരിച്ചു. അപ്പോ നിരഞ്ജനം എന്ത് എക്സ്പോസ് ചെയ്യും? NESനെ എക്സ്പോസ് ചെയ്യും. ദാറ്റ് ഈസ് ന്യൂക്ലിയർ എക്സ്പോർട്ട് സിഗ്നൽ. ന്യൂക്ലിയസിൽ നിന്ന് നേരെ പുറത്തേക്ക് കിടക്കേണ്ട സിഗ്നലാണ് ന്യൂക്ലിയർ എക്സ്പോർട്ട് സിഗ്നൽ. അപ്പൊ ആര് വന്നിട്ട് പിടിക്കും? ആ, വേറൊരു NES റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പ്രോട്ടീൻ വന്നിട്ട് അവരെ ക്യാച്ച് ചെയ്യും. എന്നിട്ടോ ആ നിരഞ്ജനം എടുത്തിട്ട് എവിടെ എങ്ങോട്ടേക്ക് ഇടും? സൈറ്റോസോളിലേക്ക് ഇടും. സോ NES ഉണ്ട് മക്കളെ, NENLS ഉണ്ട്. ന്യൂക്ലിയസിലേക്ക് പോകണമെങ്കിൽ, ആ കണ്ണൂരേക്ക് പോകണമെങ്കിൽ കണ്ണൂരിൽ നിന്ന് ബോർഡ് വെച്ച ബസ് കയറണം. അതേപോലെ തന്നെ ന്യൂക്ലിയസിലേക്ക് പോകണമെങ്കിൽ NLS എന്ന് ബോർഡ് വെച്ച ബസ് ആയിരിക്കണം. ഓക്കെ, ബോർഡ് നമ്മളെ കാണിക്കണം. എന്ത്? ന്യൂക്ലിയർ ലോക്കലൈസേഷൻ സിഗ്നൽ. ഇനി കണ്ണൂരിൽ നിന്ന് അല്ല, ന്യൂക്ലിയസിൽ നിന്ന് നേരെ തിരിച്ച് സൈറ്റോസോളിലേക്ക് വരണമെങ്കിൽ എന്താണ്? NES സിഗ്നൽ അവർ എക്സ്പോസ് ചെയ്യണം. ന്യൂക്ലിയർ എക്സ്പോർട്ട് സിഗ്നൽ അവർ എക്സ്പോസ് ചെയ്യണം. അപ്പൊ വേറൊരു റാൻ GTP എന്നൊക്കെ പറയുന്ന റാൻ പ്രോട്ടീൻസ് വന്നിട്ട് എന്ത് ചെയ്യും? ബൈൻഡ് ചെയ്യും. റാൻ പ്രോട്ടീൻസ് വന്ന് ബൈൻഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ന്യൂക്ലിയസിന്റെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഉള്ളോട്ട് കൊണ്ടുപോകുന്ന റാൻ പ്രോട്ടീൻസ് ആണ്. ഓക്കെ, സോ ഇവിടെ എന്താ? ഇനാക്റ്റീവ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന സമയത്ത്, ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും വിചാരിക്കും. ഇനാക്റ്റീവ് സ്റ്റേറ്റിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരുടെ PRD എന്തായിരിക്കും? PRD എക്സ്പോസ്ഡ് അല്ല. റെഡ് ലൈറ്റിന്റെ പ്രസൻസിൽ എന്ത് സംഭവിക്കും? അവര് കൺഫർമേഷൻ ചേഞ്ച് സംഭവിച്ചിട്ട് ആൽഫ ഹെലിക്സ് ആവുന്നു. അപ്പൊ അവരുടെ എന്താണ്? ഇവിടെയുള്ള ഈ ഹിഞ്ചിന്റെ താഴെയുള്ള PRD ഡൊമൈൻ എക്സ്പോസ്ഡ് ആയി. അതിലാരുണ്ട്? NLS ഉണ്ട് അല്ലേ? സോ NLS ഉണ്ടായത് കൊണ്ട് തന്നെ ആര് വരും എന്നറിയോ? ഒരു FH പറയുന്ന പ്രോട്ടീൻ. ഓക്കെ, FH. ഈ FH പ്രോട്ടീൻ വന്നിട്ട് എന്ത് ചെയ്യുന്നു? നേരെ നമ്മുടെ ഫൈറ്റോക്രോമിനെ പിടിച്ചിട്ട് നേരെ ന്യൂക്ലിയസിലേക്ക് കൊണ്ടുപോയിടുന്നു. ന്യൂക്ലിയസിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഫോട്ടോമോർഫോജെനിസിസ് ജീൻസിന്റെ എക്സ്പ്രഷൻ ട്രാൻസ്ക്രിപ്ഷന് വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നു? ഫൈറ്റോക്രോം ഡി സഹായിക്കുന്നു. ക്ലിയർ ആണോ? ഇതുവരെ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞേ. ഇത് രണ്ട് ക്വസ്റ്റ്യൻ കൂടി കാണിച്ചിട്ട് ഞാൻ ഇപ്പൊ വൈൻഡപ്പ് ചെയ്യാം. ഇതുവരെ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മനസ്സിലായല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. 2022 സെപ്റ്റംബറിൽ നടന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സെപ്റ്റംബറിൽ ആ സമയത്ത് കൊറോണ ആയിട്ട് എക്സാം നീട്ടി വെച്ചായിരുന്നു. ഓക്കെ, ആ സമയത്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സെപ്റ്റംബറോ അല്ലെങ്കിൽ 2023 ഫെബ്രുവരിയിലോ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഷെയർ ചെയ്യാമേ. ഉത്തരം പോന്നോട്ടെ. ഇനി ക്വസ്റ്റ്യന്റെ ഉത്തരം അയക്കുന്നവർക്ക് വേണമെങ്കിൽ എനിക്ക് പേഴ്സണൽ ആയിട്ട് അയക്കാം. ഐ മീൻ അതിൽ ടാഗ് ചെയ്യാൻ വേണ്ടി പറ്റില്ലേ? സെറക്ക് പേഴ്സണൽ ആയിട്ട് അയക്കാം. ഹിന്ദിയിലൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ട്, ഹിന്ദിയിൽ വായിക്കേണ്ടവരൊക്കെ വായിക്കാം. എന്ത് ഫൈറ്റോക്രോം ലെനിഗേലി എന്നൊക്കെ പറഞ്ഞൊക്കെ വായിക്കാം. എന്നെ കൊണ്ട് അതിന് പറ്റില്ല. നിങ്ങൾ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഉത്തരം പറഞ്ഞു. ഫാറഡ് ലൈറ്റിനെ നമ്മൾ എന്താ വിളിക്കുക ഹിന്ദിയിൽ? ലാൽ പ്രകാശ് എന്നാണ് വിളിക്കുക കേട്ടോ. പുതിയ അറിവാ. ഓക്കെ, ക്വസ്റ്റ്യൻ ഉത്തരം പറ. സമയുടെ തലേക്കുക. ഓരോ ഓപ്ഷനിൽ നിങ്ങൾക്ക് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. സി പാർട്ട് ക്വസ്റ്റ്യൻ ആണ്.
ഓട്ടോമോർഫോജനിക് റെസ്പോൺസ് എന്താണെന്ന് അറിയാലോ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുക. PF ആയിട്ട് മാറും. അത് പിഫിന് ഡിഗ്രേഡ് ചെയ്യും. ഫോട്ടോ സ്കോട്ടോ. എല്ലാ ക്ലാസ്സിന്റെ അവസാനം നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ പറയണേ. ഓപ്ഷൻ ABC. ഓക്കെ. ക്വസ്റ്റ്യൻ ഓക്കെ. നിങ്ങൾ ക്വസ്റ്റ്യൻ ID കമന്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ABD, ACD, AB, ആ എങ്ങനെയെങ്കിലും അയച്ചു കുഴപ്പമില്ല. എല്ലാവരും ഉത്തരം പറയട്ടെ. നാല്, നാലഞ്ച് പേരിലെ ഉത്തരം പറഞ്ഞുള്ള പറയട്ടെ. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞ ആൻസർ ഗുഡ്, വെരി ഗുഡ്. എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. സോ ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്താ? ഫാർ റെഡ് ലൈറ്റ് ലാസ്റ്റ് വരണം. ലാസ്റ്റ് ലൈറ്റിനാണ് ആ ഒരു മോർഫോജെനിസിസിൽ റെസ്പോൺസ് ഉണ്ടാവുക എന്നുള്ള കാര്യമാണ് ആലോചിക്കേണ്ടത്. അപ്പോൾ റെഡ് ലൈറ്റ് ആണ് ലാസ്റ്റ് വരുന്നതെങ്കിൽ ജെർമിനേറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് ഫോട്ടോമോർഫോജെനിസിസ് കാണിക്കും. ഇനി ഫാർ റെഡ് ആണ് ലാസ്റ്റ് വരുന്നുണ്ടെങ്കിൽ മോർഫോജെനിസിസ് കാണിക്കില്ല. ഓക്കെ, അത്രയും നമുക്ക് നോക്കാനുള്ളൂ. പിന്നെന്താ നമുക്ക് നോക്കണ്ടേ? ഇനി റെഡ് വന്നു കഴിഞ്ഞാലുള്ള ബയോളജിക്കൽ സിഗ്നലിംഗ് ഞാൻ പറഞ്ഞു. റെഡ് PFR ആക്കി മാറ്റും ഫൈറ്റോക്രോമിന. അത് പിഫോറിനെ ഡീഗ്രേഡ് ചെയ്യും. പിഫോർ ഇല്ലെങ്കിൽ അവർക്ക് സ്കോട്ടോനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഫോട്ടോനെ ഇൻഹിബിറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരാളെ ഇൻഹിബിറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് നടക്കും, ഫോട്ടോ നടക്കും. ഓക്കെ, സോ മനസ്സിലായോ? ഒരു ബീപ്പാട്ട് ക്വസ്റ്റ്യൻ ഞാൻ തരാം. സിമ്പിൾ ക്വസ്റ്റ്യൻ. ജെർമിനേഷൻ bean in dark is an example. Germination of moth bean in dark is an example of എന്ത്? ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ചാടിക്കറി ജെർമിനേഷൻ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും?
ജെർമിനേഷൻ കാണുന്ന സമയത്ത് നമ്മൾ നേരെ ചാടിക്കയറി എന്ത് ചെയ്തുകൂടാ? ഫോട്ടോമോർഫോജെനിസിസ് എന്ന് പറഞ്ഞ് നിങ്ങൾ പെട്ടെന്ന് ചാടിക്കയറി പോയിക്കൂടാ. ഓക്കെ, സ്കോട്ടോമോർഫോജെനിസിസ്, വെരി ഗുഡ് നിരഞ്ജന. എന്താ ഡാർക്കിലുള്ള ഒരു ഡെവലപ്മെന്റ് അല്ല അത്. ഡാർക്കിലുള്ള ഒരു ജെർമിനേഷൻ എന്ന് പറഞ്ഞാൽ ഡാർക്കിൽ ഉണ്ടാകുന്ന മോർഫോളജിക്കൽ ചേഞ്ചസ് ആണ്. ഡാർക്കിൽ എന്ത് നടന്നാലും അതെന്താണ്? സ്കോട്ടോ മോർഫോജെനിസിസ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, സോ ക്ലാസ് ഇഷ്ടമായോ? ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ? ആൻഡ് ഫിസിയോളജി എളുപ്പമാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ള പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. ഇങ്ങനെ എൻജോയ് ചെയ്തിട്ട് പഠിക്കാം, ക്വസ്റ്റ്യൻ ചെയ്യാം ക്ലാസ്സിലേക്ക്. അപ്പോൾ നിങ്ങൾ തെറ്റൊന്നും വിചാരിക്കണ്ട. ഇപ്പൊ തെറ്റിപ്പോയി കഴിഞ്ഞാലും കുഴപ്പമില്ല, നമ്മൾ എൻജോയ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. ക്ലാസ് മനസ്സിലാവുന്നില്ലേ? ഫോളോ ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ, സോ അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. സോ സെൻസറി ഫോട്ടോബയോളജിന്റെ കണ്ടിന്യൂഷൻ നമ്മൾ അടുത്ത ക്ലാസ്സിൽ, നമ്മൾ ഫൈറ്റോക്രോം കുറച്ചും കൂടി സിഗ്നലിംഗ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ അങ്ങനെയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും പോയി ഭക്ഷണം കഴിക്കൂ. ബൈ ബൈ, ഗുഡ് നൈറ്റ്, താങ്ക് യു.